ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد صدق الله العظيم. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة أولئك هم المهتدون. صدق الله العلي العليم. أشد الناس بلاء الأنبياء ثم الصالحون فالأمثل فالأمثل يبتلى الرجل على حسب دينه فإن كان في دينه صلابة زيد له في البلاء شفيعنا رسول الله يا سيدي يا رسول الله خذ بيدي ما لي سواك ولا قلبي على أحدي يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد إني لا سمني ويم يروعني أقول يا سيدا سادات يا سندي. അഭിവന്യരായ വേദിയിലുള്ള മമ്പുറം ഖത്തീബ് അബ്ദുള്ള കോയ തങ്ങൾ അവറുകൾ, അഭിവന്യരായ KKS തങ്ങൾ വെട്ടിച്ചിറ, ഈ മഹനീയ സദസ്സിന്റെ അധ്യക്ഷൻ അഭിവന്യരായ
ഉസ്താദ് ശ്രീ യൂസുഫ് ഫൈലി അവറുകൾ, അഭിമന്യരായ ഇസ്ഹാഖ് ബാക്കവി ഉസ്താദ് അവറുകൾ, ദാറുൽ ഹുദായുടെയും നമ്മുടെ സംരംഭങ്ങളുടെയും നെടുംതൂണുകളായ അഭിമന്യരായ ചമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജി അവറുകൾ, അഭിമന്യരായ സൈദലവി ഹാജി അവറുകൾ, ഇല്ലത്ത് മൊയ്തീൻ ഹാജി, അഭിമന്യരായ VCP ബാവ ഹാജി ചെറമംഗലം, MP സിദ്ദീഖ് ഹാജി ചെറുമുക്ക്, ഈ സദസ്സിലും സ്റ്റേജിലുമുള്ള പ്രത്യേകം പേരെടുത്ത് അഭിസംബോധന ചെയ്യപ്പെടേണ്ട വിശിഷ്ട വ്യക്തിത്വങ്ങൾ, അഭിമന്യരായ ഖുത്ബുസ്സമാന്റെ, നമ്മുടെ അഭയമായ ഖുത്ബുസ്സമാന്റെ സാന്നിധ്യത്തിലേക്ക് എത്തിച്ചേർന്ന അഭിമന്യരായ മുഅ്മിനീങ്ങൾ, കാരണവന്മാർ, ഉമ്മപങ്കന്മാർ, സഹോദരീ സഹോദരങ്ങളെ, സർവശക്തനായ അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമുക്കിവിടെ ഒരുമിച്ച് കൂടാനും അഭിമന്യരായ മഹാനുഭാവനായ ഖുത്ബുസ്സമാന്റെ സന്നിധാനത്തിൽ ഈ വൈജ്ഞാനിക വിരുന്നിൽ പങ്കെടുക്കാനും സാധിച്ചു. അല്ലാഹു ഇതുപോലെ സ്വർഗീയ ലോകത്തും നാം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മഖാമിനും ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിക്കും നെടും തൂണുകളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അഭിമന്യരായി നമ്മുടെ നേതാക്കൾക്ക്, വിശിഷ്യ ബഹുമാനപ്പെട്ട ചമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജി, കനപ്പെട്ട വിലപ്പെട്ട സമയങ്ങൾ നമ്മുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച, ജീവിതം സമർപ്പിച്ചു വെച്ച അഭിമന്യരായ സൈദലവി ഹാജി അവറുകൾ, അതുപോലെ മറ്റു കമ്മിറ്റി ഭാരവാഹികൾ, സർവശക്തനായ അല്ലാഹു നമുക്ക് മേൽ അവരുടെ നിയലുകളെ നീട്ടിത്തരുമാറാകട്ടെ. അവർക്ക് അല്ലാഹു ആയുരാരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. അതുപോലെ നമ്മുടെ സ്ഥാപനത്തിന് സഹായിച്ചുകൊണ്ടിരിക്കുന്ന, സഹകരിച്ചുകൊണ്ടിരിക്കുന്ന വിശിഷ്യ ഈ ആണ്ടുനേർച്ചയോടനുബന്ധിച്ച് ഇവിടുത്തെ സുതാര്യമായ നടപടികൾക്കും മറ്റും നമ്മുമായി സഹകരിക്കുന്ന ഈ മമ്പുറം പ്രദേശത്തെ പ്രദേശവാസികൾ, ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്ന, ഒരുപാട് ബുദ്ധിമുട്ടുന്ന, ഇതിന്റെ നടത്തിപ്പിന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്ന ഈ നാട്ടിലെ നല്ലവരായ സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ്, അവരുടെ സഹകരണത്തിലും അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ വലിയ സന്തോഷമുണ്ട്. അല്ലാഹു അർഹമായ പ്രതിഫലം രണ്ടു ലോകത്തും അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെയൊക്കെയും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അല്ലാഹു തീർത്തു കൊടുക്കുമാറാകട്ടെ. ആമീൻ. ഞാൻ ആമുഖമായി സുദീർഘമായി മറ്റു കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നില്ല. നമ്മുടെ ദാറുൽ ഹുദാക്കും ഇത്തരം സംരംഭങ്ങൾക്കൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന, നെയ്യലായി ഉണ്ടായിരുന്ന, ഒരു ജീവിതം തന്നെ നമുക്ക് വേണ്ടി സമർപ്പിച്ചിരുന്ന അഭിമന്യരായ നമ്മുടെ പിതാവ് ബാപ്പുട്ടി ഹാജി മഹാനുഭാവന്റെ ഖബറിടം അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. ദാറുൽ ഹുദാക്കും ഇത്തരം സ്ഥാപനങ്ങൾക്കുമൊക്കെ പ്രവർത്തിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞുപോയ മഹാന്മാരായ നേതാക്കൾ, അവരുടെ ഖബറുകൾ അല്ലാഹു സ്വർഗത്തിന്റെ തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ഇപ്പോഴും പ്രായാധിക്യം കൊണ്ടും നിരവധി അസുഖങ്ങളെ കൊണ്ടും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഉണ്ടായിട്ടും അതൊന്നും വകവെക്കാതെ ദാറുൽ ഹുദാക്ക് വേണ്ടിയും നമ്മുടെ മമ്പുറം മഖാമിനക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്മിറ്റി ഭാരവാഹികൾ, ദാറുൽ ഹുദായുടെ ഗുണകാംക്ഷികൾ, സർവശക്തനായ അല്ലാഹു അവർക്ക് ആയുസ് ദീർഘമാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളെ തൊട്ടും അല്ലാഹു കാത്തിരക്ഷിച്ച് ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് നൽകി അല്ലാഹു ആഖിബത്ത് നന്നാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ അവസാനമായി ദുആ ചെയ്യുമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ബഹുമാനപ്പെട്ട അഭിമന്യരായ ഉസ്താദുകളെ സൂചിപ്പിച്ചതുപോലെ ഖുത്ബുസ്സമാന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നവർ മുഴുവനും നേരിടുകയുള്ള പ്രശ്നങ്ങളും സങ്കീർണമായ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അസുഖങ്ങളുമായി ഇവിടെ കടന്നു വരികയാണ്. ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്, നിരവധി രോഗങ്ങളെ കൊണ്ടും പ്രയാസങ്ങളെ കൊണ്ടും ബുദ്ധിമുട്ടുന്നവരാണ് നമ്മളൊക്കെയും. മാരകമായ രോഗങ്ങൾ, നീറുന്ന സാമ്പത്തിക പ്രയാസങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ഇങ്ങനെ നിരവധി അനവധി പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നേരിട്ട് അല്ലാഹുവിന്റെ ഔലിയാക്കളെ സമക്ഷത്തിലേക്ക് അവരെ തവസ്സുലാക്കി അല്ലാഹുവിലേക്ക് അടുക്കാനും റബ്ബിനോട് സങ്കടം പറയാനും നമ്മൾ എത്തുമ്പോൾ ദുഃഖിക്കേണ്ട നാഥൻ നമ്മോടൊപ്പമുണ്ട് എന്ന ഈ വിഷയം എന്തുകൊണ്ടും കാര്യമാത്ര പ്രസക്തമാണ്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ അദ്ദേഹത്തിന്റെ ആ മഹാനുഭാവന്റെ സമക്ഷത്തിലേക്ക് നമ്മളൊക്കെ വരുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഒരു അറുതിയും ഒരു സമാധാനവും ലഭിക്കാൻ വേണ്ടിയാണ്. ഖുത്ബുസ്സമാൻ തന്റെ ജീവിതത്തിലൂടെ നമുക്ക് സമർപ്പിച്ച, നമുക്ക് പകർന്നു തന്ന ദിവ്യ സന്ദേശങ്ങളാണ് എന്റെ ഈ പ്രസംഗത്തിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ സമ്മാനിക്കുന്നത്.
ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ ഇസ്ലാമിക പ്രബോധനം ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ഏറ്റെടുത്തിരിക്കുകയാണ്. ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വന്ന അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ് മഹാന്മാരായ ഔലിയാക്കൾ. തിർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് വിട പറയുമ്പോ ഇസ്തഖത്തിൽ അർദു ഇലാ റബ്ബിഹാ, ഭൂമി അള്ളാഹുവിനോട് സങ്കടം പറഞ്ഞു, പടച്ചതമ്പുരാനെ എന്റെ മേൽ നടക്കാനും ജനങ്ങളെ ദുരിതങ്ങൾ അകറ്റിക്കൊടുക്കുവാനും ഇനി ആരാണ് പകരക്കാരെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിക്ക് സന്ദേശം കൊടുത്തു. അമ്പിയാക്കന്മാരുടെ ഹൃദയങ്ങളുള്ള അവരുടെ സഹനശക്തിയും അവരുടെ മാനസികാവസ്ഥയുമുള്ള ഒരുപാട് സജ്ജനങ്ങളെ അങ്ങയുടെ പിൻഗാമികളായി ഈ ഭൂലോകത്ത് അള്ളാഹു സമർപ്പിക്കും. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, അള്ളാഹുവിന്റെ ഔലിയാക്കളാണവർ. ആ മഹാനുഭാവൻ ഇന്ന് ഇസ്ലാമിക ദഅവത്ത് ഏറ്റെടുത്തു. ദാറുൽ ഹുദ ഇന്ന് ബംഗാളിലും ആസാമിലും ആന്ധ്രയിലും ഇന്ത്യയിൽ മുഴുവനും നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ നീട്ടിപ്പരത്തി പറയേണ്ടതില്ല. അള്ളാഹു നമ്മുടെ സ്ഥാപനത്തെ അഭിവൃദ്ധിയിൽ നിന്നും അഭിവൃദ്ധിയിലേക്ക് ഉയർത്തുമാറാകട്ടെ. ആമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തിയ ഒരു ആയത്ത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഓതി വെച്ചു. ഇന്ന് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്തവരാരുമില്ല. ഓരോ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ് നമ്മിൽ അധിക ആളുകളും. ഒരുപാട് സഹോദരിമാരുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബത്തിൽ നിന്നുള്ള പ്രശ്നങ്ങൾ, ശാരീരികമായ പ്രശ്നങ്ങൾ, സാമ്പത്തികമായ പ്രശ്നങ്ങൾ, എന്തൊക്കെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വരുമ്പോഴും എല്ലാം എന്റെ അള്ളാഹുവിന്റെ തീരുമാനമാണ്, എല്ലാം അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളാണ്, എന്റെ ആഖിറത്തിന്റെ വിജയത്തിന് വേണ്ടിയാണ് എന്നൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ ഉയരണം. ഒരിക്കലും ഒരു മുഅ്മിനായ മനുഷ്യനെന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ പക്കൽ രക്ഷപ്പെട്ടൊരു മനുഷ്യനെന്ന് പറഞ്ഞാൽ പ്രയാസങ്ങളില്ലാത്തവൻ എന്നല്ല, ദുരിതങ്ങളില്ലാത്തവനെന്നല്ല, രോഗങ്ങളില്ലാത്തവനെന്നല്ല. എന്തൊക്കെ ദുരിതങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ രോഗങ്ങളുണ്ടെങ്കിലും നേരിപ്പുകയുന്ന എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും അവന്റെ മനസ്സ് അതിലൊന്നും തന്നെ ആടാതെ ഉലയാതെ ഇടറാതെ പതറാതെ ചിതറാതെ സർവശക്തനായ റബ്ബിൽ സമർപ്പിച്ചുകൊണ്ട് ആ തവക്കുലോടുകൂടെയുള്ള മുന്നേറ്റം മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഖുതുബുസ്സമാൻ നമുക്ക് പഠിപ്പിച്ചു തന്ന ജീവിതം അതാണ്. എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും ഇന്ന് സ്വാഭാവികമായും സാധാരണക്കാര് നാടന്മാരൊക്കെ പറയും, ഒരുപാട് നിസ്കാരങ്ങളും ദിക്റുകളും സലാത്തുകളും സിയാറത്തുകളും ഒക്കെയുള്ള ആൾക്ക് എന്തുകൊണ്ട് ഇത്തരം ക്യാൻസർ വന്നു? ഒരുപാട് ജനങ്ങൾക്ക് ദീൻ പറഞ്ഞുകൊടുത്ത, ഒരുപാട് ഇൽമുകൾ ദർസ് നടത്തിക്കൊടുത്ത വലിയൊരു പണ്ഡിതനായിട്ട് അവസാന കാലത്ത് രണ്ട് കണ്ണിന്റെയും കാഴ്ച എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു? മാത്രമല്ല, ഈ അടുത്തൊരു നോട്ടീസ് പോലും വായിക്കാനിടയായി. ജീവിതത്തിന്റെ അവസാന കാലത്ത് നിരവധി പ്രയാസങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വന്ന മഹാന്മാരായ പണ്ഡിതന്മാർ, ഇതെല്ലാം അള്ളാഹു അവർക്ക് എന്തുകൊണ്ട് കൊടുത്തു? അതെല്ലാം ഒരു ശിക്ഷയാണ് എന്ന് വരുന്ന രീതിയിൽ സാധാരണക്കാർ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് ദുഃഖിക്കേണ്ട നാഥൻ നമ്മോടൊപ്പമുണ്ട് എന്ന വിഷയം പ്രസക്തമാകുന്നത്. നിരവധി ഹദീസുകളും ആയത്തുകളും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഓതി കേൾപ്പിക്കും. മഹാത്മ്യവും എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സാധാരണക്കാരെല്ലാവരും പറയുന്ന ഒരു വാക്യമാണ്, നിരവധി ഞാൻ ഖുർആൻ ഓതിയിട്ടും എനിക്ക് അസുഖം വന്നത്. ഞാൻ ഒരുപാട് മമ്പുറത്ത് പോയിട്ടുണ്ട്, മടവൂര് പോയിട്ടുണ്ട്, ഏർവാടിയിൽ പോയിട്ടുണ്ട്, ഒരുപാട് മക്ബറകളിലും മഖാമുകളിലും ചെന്നു. ഞാൻ ഹജ്ജ് നിർവഹിച്ചു, ഉംറ നിർവഹിച്ചു, പരിശുദ്ധമായ റൗളയിൽ ചെന്നു. എന്നിട്ടൊന്നും എന്റെ അല്ലാഹു എന്ന ദുഃഖം, എന്റെ പ്രയാസം അകറ്റിത്തരാത്തത്, എനിക്കൊരു സന്താന ഭാഗ്യമില്ലാത്തത്, എന്റെ പിതാവിന്റെ രോഗം സുഖപ്പെടാത്തത്, എന്റെ അസുഖം സുഖപ്പെടാത്തത്, ഇങ്ങനെ ഒരു ചിന്ത സാധാരണക്കാരിലുണ്ട്. എന്തെങ്കിലും ഒരു രോഗം വരുമ്പോ അതെല്ലാം അള്ളാഹുവിന്റെ ശിക്ഷയാണെന്ന് കരുതിയവരുണ്ട്. എന്നാൽ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ ചിന്തിക്കണം, അള്ളാഹുവിന്റെ മഹാന്മാരായ സ്വാലിഹീങ്ങളായ ആളുകൾ ഇത്തരം ദുരിതങ്ങളെയും പ്രയാസങ്ങളെയും സന്തോഷത്തോടെ സ്വീകരിച്ചു. രോഗം വന്നാൽ ചികിത്സിക്കണം, അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അതോടെ ഇത്തരം ദുരിതങ്ങളും പ്രയാസങ്ങളും എന്തുകൊണ്ടാണ് ഞാൻ അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ അതിനൊരു മാനദണ്ഡമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, ഞാൻ നിങ്ങളെ പരീക്ഷിക്കും, വലനബ്ലുവന്നകും, തീർച്ചയായും ഞാൻ നിങ്ങളെ പരീക്ഷിക്കും, ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, സാമ്പത്തിക പ്രയാസങ്ങൾ നിങ്ങൾക്ക് നൽകും. നിങ്ങളെ സന്താനങ്ങളോ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഉറ്റവരും ഉടയവരും ഒരുപക്ഷെ മരണപ്പെട്ടു പോകും. അല്ലെങ്കിൽ മാരകമായ രോഗങ്ങളും പട്ടിണിയും ദാരിദ്ര്യവും നിങ്ങൾക്ക് ഞാൻ നൽകും. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ ഞാൻ നൽകും. വബശ്ശിരി സ്വാബീൻ, ക്ഷമിക്കുന്ന ആളുകൾക്ക്, സഹാനുഭൂതിയുള്ള ആളുകൾക്ക്, സഹനം ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് നബിയെ നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും അടക്കം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാ. എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഇതെല്ലാം എന്റെ അള്ളാഹുവിന്റെ തീരുമാനമാണ്, എല്ലാം അള്ളാഹുവിന്റെ നിശ്ചയമാണെന്ന് അറിയാൻ കഴിയണം.
അഷ്റഫുൽ ഖൽഖായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ നബി തങ്ങളെ കാലിന്റെ വിരൽ അവിടുത്തെ ഉമ്മരപ്പടിയിൽ, വീടിന്റെ ഉമ്മരപ്പടിയിൽ തട്ടിയിട്ട് ഒരു ചെറിയ നിലക്ക് തോൽ ഉരിഞ്ഞുപോയി, രക്തം പോലും വന്നിട്ടില്ല. നബി തങ്ങളെ കാലിന്റെ ഒരു വിരൽ ഉമ്മരപ്പടിയിൽ തട്ടിയിട്ട് തോൽ ഉരിഞ്ഞപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഉടനെ തന്നെ ആയിഷ ബീവി അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു, നബിയെ, നിങ്ങൾക്ക് വലിയൊരു രോഗമൊന്നും വന്നിട്ടില്ലല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വലിയ അപകടമൊന്നും പണഞ്ഞിട്ടില്ല. അങ്ങ് വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഈ വാതിലിന്റെ ഉമ്മറപ്പടിയിൽ അങ്ങയുടെ വിരലൊന്ന് തട്ടിയിട്ട് തോലൊന്ന് നല്ല ഉരിഞ്ഞു പോയപ്പോഴേക്ക് അതിനാണോ നിങ്ങൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞത്? ചോര പോലും ഒലിച്ചിട്ടില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു, ആയിഷ, എന്തെങ്കിലും ഒരു വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ദുരിതവും വരുമ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞുകൊണ്ട് പരിപൂർണമായി അല്ലാഹുവിൽ അങ്ങ് സമർപ്പിച്ചാൽ അവർക്ക് നാളെ പരലോകത്ത് ലഭിക്കാൻ പോകുന്ന പ്രതിഫലങ്ങളും ആത്മങ്ങളും കൂലിയും നിരവധിയുണ്ട് ആയിഷ. അതെങ്ങാനും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും നീ ഇത് എന്നോട് ചോദിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആയിഷ ബീവിയുടെ തോളിൽ നബി തങ്ങളൊന്ന് അടിക്കുകയുണ്ടായി. ഇതെന്തുകൊണ്ടാ പ്രിയമുള്ളവരെ? അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ, എന്തൊക്കെ മുസീബത്തുകൾ വന്നാലും ഖാലു, അവർ പറയണം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലേ, നമ്മൾ നമ്മുടെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഭാര്യയുടെയോ നമ്മുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെയോ വാപ്പയുടെയോ ഉമ്മയുടെയോ ഉസ്താദിന്റെയോ കാലോ കയ്യോ നമ്മുടെ തലയിൽ മെല്ലെ തട്ടി എന്ന് വെക്കുക. അവരെ കയ്യോ കാലോ നമ്മുടെ തലയിലോ നമ്മുടെ ശരീരങ്ങളിൽ എവിടെയെങ്കിലും തട്ടി വേദനിച്ചു. അവർ ചോദിക്കും, സോറി, വേദനിച്ചോ? നമ്മൾ പറയും, ഇല്ല, വേദനിച്ചില്ല എന്ന് പറയും. വേദനിച്ചിട്ടുണ്ടാകും. ഉമ്മയുടെയോ ഉപ്പയുടെയോ കാല് നമ്മുടെ കാലിൽ തട്ടി നമുക്ക് ഒരുപക്ഷെ വേദന ഉണ്ടായിട്ടുണ്ടാകും. ഉപ്പ ചോദിക്കും, മോനെ വേദനിച്ചോ? നമ്മൾ പറയും, ഇല്ലമ്മ, വേദനിച്ചിട്ടില്ല. വേദനിച്ചാലും വേദനിച്ചില്ലെന്ന് പറയുന്നത് ഉമ്മയോടും ഉപ്പയോടുമുള്ള നമ്മുടെ ബന്ധവും നമ്മുടെ സ്നേഹവും നമ്മുടെ അടുപ്പവും. അതുകൊണ്ട് ഇവിടെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, ഒന്നുമില്ല. ഈ ഒരു മനസ്സെങ്കിലും റബ്ബിനോട് നമുക്ക് വേണം. എന്തൊക്കെ ബുദ്ധിമുട്ട് വിഷമങ്ങൾ വന്നാലും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, എനിക്കൊരു പ്രയാസവുമില്ല, എല്ലാം അല്ലാഹുവിൻ്റെതാണ്. ഇന്നാ ലില്ലാഹ് എന്നൊരു ചിന്ത മനുഷ്യന്റെ മനസ്സിൽ വേണം. അല്ലാഹുവിന്റെ മഹാന്മാരെ ഔലിയാക്കന്മാരെ മക്കളിലേക്ക് നമ്മൾ വരുന്നു. അവരെല്ലാം ഇട്ടേച്ചു പോയ വസ്തുക്കൾ ചോദിച്ചുകൊണ്ടാവരുത് നമ്മൾ അങ്ങോട്ട് വരുന്നത്. അമ്പലത്തേക്കാണെങ്കിലും പുത്തമ്പള്ളിയിലേക്കാണെങ്കിലും അടവൂരിലേക്കാണെങ്കിലും അവരെല്ലാം ഉപേക്ഷിച്ചു പോയ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവരുടെ സന്നിധാനത്തിലേക്ക് നമ്മൾ എത്തിപ്പെടരുത്. അവരെല്ലാം നമുക്ക് കൈമാറിയ സുന്ദരമായ സന്ദേശങ്ങളുണ്ട്. അതാണ് ഇവിടെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇത് മുഹറം മാസമാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര ത്യാഗം സഹിച്ചുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയത്. 400 കിലോമീറ്ററിലേറെ ദൂരമുള്ള മദീനയിലേക്ക് ദുർഘടമായ വഴികളിലൂടെ, വലിയ മലകളിലൂടെ ചുട്ടുകൊള്ളുന്ന മലരാരണ്യത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകർ കഷ്ടപ്പെട്ടുകൊണ്ട് യാത്ര പോയി. എന്തേ, അല്ലാഹുക്ക് എത്ര എളുപ്പത്തിൽ കൊണ്ടുപോകാൻ കഴിയും? രാത്രിയിൽ അല്പയാമങ്ങളെ കൊണ്ട് മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് നബി തങ്ങളെ കൊണ്ടുപോയവനല്ലയോ അല്ലാഹ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല. ഒരുപാട് ദിവസങ്ങളോളം യാത്ര ചെയ്യേണ്ട അങ്ങകലെയുള്ള ഫലസ്തീനിലേക്ക് നബി തങ്ങളെ കൊണ്ടുപോയത് രാത്രിയിൽ അല്പസമയം കൊണ്ടല്ലയോ? ഈ അല്ലാഹുവിനെന്തേ നബി തങ്ങളെ മദീനയിലേക്ക് കൊണ്ടുപോകാനോ എത്ര പെട്ടെന്ന് എന്തുകൊണ്ട് സാധിച്ചില്ല? മൂമിനെ സാധിക്കാത്തത് കൊണ്ടല്ല, പക്ഷേ നബി തങ്ങൾ നിരവധി ത്യാഗങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും സഹിക്കണം. ആ ത്യാഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും സഹിക്കുമ്പോ അതിന്റെ പ്രതിഫലങ്ങളും അതിന്റെ മഹത്വങ്ങളും ഈ ലോകം അറിയണം, മനസ്സിലാക്കണം. ഇസ്രാ മിഅ്റാജിന് നബി തങ്ങളെ കൊണ്ടുപോയ അല്ലാഹ് എത്ര പെട്ടെന്നാണ് ഒരുപാട് അകലെ കൊണ്ടുപോയത്. ഏഴാകാശങ്ങളും കടന്ന് അവിടുന്ന് അപ്രാപ്യ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോ കേവലം 400 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള മദീനയിലേക്ക് എത്ര കഷ്ടപ്പെടുന്നു. വീട് വളയുന്നു, തന്റെ മരുമകനെ അവിടെ കടത്തുന്നു, എല്ലാരെ കണ്ണിലേക്ക് മണ്ണ് വാരി എറിയുന്നു, സൗർ ഗുഹയിൽ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് കഴിഞ്ഞുകൂടുന്നു. എന്റെ അല്ലാഹു ഇസ്രാ മിഅ്റാജിന് കൊണ്ടുപോയ പോലെ നബി തങ്ങളെ എളുപ്പത്തിൽ സെക്കൻഡുകളെ കൊണ്ട് മദീനയിലെത്തിച്ചില്ല. ഇത് ത്യാഗത്തിന്റെ, സമർപ്പണത്തിന്റെ, പ്രയാസങ്ങൾ സഹിക്കുന്നതിന്റെ പാഠം നൽകുവാനാ. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന് മുഹറം മാസത്തിലായതുകൊണ്ട് ഒരുപാട് വലിയ പ്രസക്തിയുണ്ട് മൂമിനെ. മാത്രമല്ല, ത്യാഗങ്ങളും പ്രയാസങ്ങളും സഹിച്ച അല്ലാഹുവിന്റെ നബി തങ്ങളെ പ്രിയപ്പെട്ട പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തസാക്ഷ്യവും ഈ മാസത്തിലായിരുന്നല്ലോ. ഈ പ്രസംഗം കേൾക്കുമ്പോ ഞാൻ നിങ്ങളോട് ആദ്യമായി ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്
എന്തൊക്കെ പ്രയാസം ബുദ്ധിമുട്ടുകൾ വന്നാലും ഈ അടുത്ത് എനിക്കറിയാം നിരവധി കാലം ദർസ് നടത്തിയിരുന്ന ഒരുപാട് ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളുണ്ടായിരുന്ന ഒരു മഹാന് ക്യാൻസർ രോഗം വന്നിട്ട് മലമൂത്ര വിസർജനത്തിന് പോലും കഴിയുന്നില്ല. അവസാനം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് തന്റെ വയറിന് ട്യൂബിട്ട് അതങ്ങ് നിർവഹിക്കുമ്പോ അതിനെക്കുറിച്ച് സാധാരണക്കാരായ 2-3 ആളുകൾ അവരിങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കേട്ടുപോയി. അയാളൊരു പണ്ഡിതനായിരുന്നില്ലേ, എന്നിട്ടും എന്റെ ഇത്തരം പരീക്ഷണം വന്നത്. അയാൾക്കൊന്നും ക്യാൻസർ വരാൻ പാടില്ലല്ലോ, അയാൾക്കൊന്നും ഇങ്ങനെ വിസർജനത്തിന് പോലും കഴിയാതെ അതിന് പോലും പൈപ്പിടേണ്ട ദുരവസ്ഥ വരാൻ പാടില്ലല്ലോ എന്നൊരു പരാമർശം കേൾക്കുമ്പോൾ ഇവിടെയാണ് ഞാൻ ഈ പറയാൻ പോകുന്ന ഹദീസുകളൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിക്കുകയാണ്, ഇന്നല്ല എന്റെ ആ ബിസിനസ് തകർന്നു പോയല്ലോ, എന്റെ ആ കച്ചവടം പൊളിഞ്ഞല്ലോ, എന്റെ ആ കാര്യങ്ങളൊക്കെ ആകെ നശിക്കുശിയായല്ലോ, ഇതെല്ലാം റബ്ബിന്റെ ശിക്ഷയാണോ? മുഅ്മിനെ, ഒരു കുഞ്ഞിന് വയറുവേദന വരുമ്പോ, അസുഖം വരുമ്പോ ഉമ്മ ബിരിയാണി കൊടുക്കുകയില്ല. ഉമ്മ ബിരിയാണി എന്ന് പറഞ്ഞു കുഞ്ഞ് കരയുമ്പോ ഒരുപക്ഷേ ഈ കുഞ്ഞ് തോന്നും ഉമ്മാക്കെന്നോട് വെറുപ്പാണ് എന്ന്. അല്ല, ഈ സമയത്ത് കുഞ്ഞിന് ബിരിയാണി കൊടുത്താൽ കുഞ്ഞിനത് കേടാണെന്ന് തിരിച്ചറിവുള്ളത് കൊണ്ടാണ് ഉമ്മ അത് തടഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് മുഅ്മിനെ, നിനക്ക് ചിലപ്പോൾ ആരോഗ്യം തന്നാൽ, ബിസിനസ് പരമായി വലിയ ഉയർച്ച തന്നാൽ, നീ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന കച്ചവടത്തിന് നിനക്കങ്ങ് ഉയർച്ച വന്നാൽ, നീ വാങ്ങുന്ന പറമ്പിന്റെ കച്ചവടം നടന്നാൽ ഒരുപക്ഷെ നിനക്ക് ധാരാളം വിഷമങ്ങൾ വന്നേക്കാം. അതുകൊണ്ടാണ് അല്ലാഹു നിന്നെ തൊട്ട് അകറ്റി നിർത്തുന്നത്. അല്ലാഹുവിന്റെ നബി തങ്ങൾ പറയുകയാണ്, ബിസിനസിന്റെ കാര്യങ്ങൾ മനുഷ്യന്മാരെ കണക്ക് കൂട്ടും. അവിടെ ആ ഭൂമി വാങ്ങണം, ഇവിടെ അപ്പുറത്ര ഇത്ര പൈസ കൊടുക്കണം, അങ്ങനെ പലതും കണക്ക് കൂടൂ. അതെങ്ങാനും തുടങ്ങിയാൽ അവൻ നശിച്ചു പോയേക്കാം. അതുകൊണ്ട് പയസുരിപ്പുവന്നു, അള്ളാഹു അവൻ അതിനെ തൊട്ട് അകറ്റി നിർത്തുന്നതാണ്. നേരം വെളുക്കുമ്പോ, പ്രഭാതമാകുമ്പോ മനുഷ്യൻ പറയും, പടച്ചോനെ, എന്റെ ആ ബിസിനസ് നടന്നില്ലല്ലോ, എന്റെ ആ കച്ചവടം പൊട്ടിയല്ലോ, എന്റെ ആ പറമ്പിന്റെ കച്ചവടം നശിച്ചു പോയല്ലോ. നബി തങ്ങൾ പറയുന്നു, സുബ്ഹാനല്ലാഹ്, ഫയസ്ബിഉ കൈബൻ ഹസീൻ, ഇവൻ ദുഃഖിക്കുകയും വിഷമിക്കുകയും ചെയ്യും. പക്ഷേ വമാഹിയ ഇല്ലാ റഹ്മ, അല്ലാഹു അവനക്ക് കൊടുക്കുന്ന റഹ്മത്താണത്. അവന്റെ ആ കച്ചവടം തകർന്നത്, അവന്റെ ആ ബിസിനസ് വഴിമാറിപ്പോയത് എല്ലാം അല്ലാഹുവിന്റെ അനുഗ്രഹം തന്നെയാണ്. റഹിമഹുല്ലാഹു ബിഹാ, അല്ലാഹു അവനക്ക് ചെയ്ത അനുഗ്രഹമാണ്. ഇത് അറിയാൻ സാധാരണക്കാർക്ക് കഴിയൂല. അവർ പറയും, എനിക്ക് വലിയ നാശം തന്നെ, ഞാൻ ഇതിലാകെ കഷ്ടപ്പെട്ടല്ലോ. എടോ റബ്ബ്, എന്ത് ചെയ്താലും അതെല്ലാം നിന്റെ അനുഗ്രഹത്തിന് വേണ്ടി തന്നെയാണ്. അതുകൊണ്ടല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ലാ ഉബാലി അസ്ബഅതു ഫഖീറാ വലാ ഉബാലി അസ്ബഅതു ഗനിയാ, ഞാൻ വളരെ പാവപ്പെട്ട ഫഖീറായി മാറിയാലും ഏത് വലിയ സമ്പന്നനായി മാറിയാലും എനിക്കതിലൊന്നും ഒരു പ്രശ്നമല്ല. എല്ലാം അല്ലാഹുവിന്റെ തീരുമാനങ്ങളാണ്. ലാ അദ്രീ, എനിക്കറിയില്ലല്ലോ, അയ്യുഹുമാ ഖൈറുല്ലി, ഏതാണ് എനിക്ക് ഖൈർ എന്നറിയില്ല. ഞാൻ ദരിദ്രനാകലാണ് എനിക്ക് ഖൈർ എന്ന് റബ്ബിനറിയാമല്ലോ, ഞാൻ ധനികനാകലാണ് ഖൈർ എന്ന് റബ്ബിനറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ ദരിദ്രനാണോ ധനികനാണോ, ഏതാണെങ്കിലും എനിക്ക് സന്തോഷമെന്ന് പറയുമ്പോ നമുക്ക് ഏതാണ് ഖൈർ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ നിനക്ക് മാരക രോഗം വന്നേക്കാ, പഴിചാരണ്ട മനുഷ്യ. അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിക്കുകയാണ്, അശദ്ദുന്നാസി ബലാ, ഒരുപാട് പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുന്നു. അല്ലംബിയാ, അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരാണ്. അത് കഴിഞ്ഞാൽ സുമ്മ സ്വാലിഹൂന, പിന്നെ വളരെ വലിയ സ്വാലിഹീങ്ങളാണ്.
പറയുകയാണ്, അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഗ്രേഡിൽ അല്പം കുറഞ്ഞവർ, അങ്ങനെ അല്ലാഹുവിലേക്ക് ഏറ്റവും സമീപം ബന്ധമുള്ളവരാരോ അവർക്കാണ് കൂടുതൽ വിഷമങ്ങളെന്ന് പറയുമ്പോ, എത്രയോ കള്ള് കുടിയന്മാരും പെണ്ണ് പിടിയന്മാരും ഒരുപക്ഷെ അവർക്ക് യാതൊരു പ്രയാസങ്ങളില്ല. നമ്മളാരും പ്രിയമുള്ളവരെ റബ്ബിനെ മറക്കാൻ പാടില്ല. അത് വിചാരിച്ച് അല്ലാഹ് അവർക്ക് അനുഗ്രഹം ചെയ്തു എന്ന് പറയാൻ കഴിയില്ല. രോഗം വന്നാൽ അല്ലാഹുവിന്റെ ശിക്ഷയാണെന്ന് പറയാൻ കഴിയില്ല. പ്രിയമുള്ള മുഅ്മിനേ, ഇന്നൽ മസായിബ, അസ്സാലി ഇമാം പറയുന്നു ഹയ്യാ ഉലൂമുദ്ദീനിൽ, ഇവിടെ ഒരുപാട് പരീക്ഷണങ്ങൾ വന്നവരിവിടെ ഉണ്ടാകും. ഞാനും നിങ്ങളുമൊക്കെ കുടുംബപരമായി വ്യക്തിപരമായി ബുദ്ധിമുട്ടുള്ളവരുണ്ടാകും, രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ടാകും, മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ടാകും. പക്ഷേ അതുകൊണ്ടൊന്നും നമുക്ക് കൂലി കിട്ടുകയില്ല. പക്ഷേ ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കി തീർക്കുമ്പോഴേ കൂലിയുള്ളൂ. അസ്സാലി ഇമാം പറയുകയാണ്, ഇന്നൽ മസായിബ, നാം നേരിടുന്ന ഏത് ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഉണ്ടല്ലോ, ലാ സവാബ ഫീഹാ, അതുകൊണ്ടൊന്നും കൂലി കിട്ടുകയില്ല. ലിഅന്നാ ലൈസത് മിൻ കസ്ബിൽ അബ്ദി, കാരണം നമ്മളാരും വരുത്തി തീർത്തതല്ലല്ലോ. വലിസവാബു ഫീ സബ്രി അലൈഹാ, മറിച്ച് ഈ ദുരിതങ്ങളും പ്രശ്നങ്ങളും വരുമ്പോ ക്ഷമിക്കുന്ന മനസ്സുണ്ടാക്കി തീർക്കുക. ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുമ്പോഴേ നമുക്ക് പ്രതിഫലമുള്ളൂ. പ്രിയമുള്ള മുഅ്മിനേ, അറിയാമല്ലോ മഹാനായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ സ്വഹാബിയായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ 100 ഹദീസുകൾ ഉമ്മത്തിന് സമർപ്പിച്ച മഹാനാട് സുഖമില്ലാതെ കിടക്കുന്നു. 1 കൊല്ലമല്ല, 2 കൊല്ലമല്ല, 10 അല്ല, 20 അല്ല, 25 കൊല്ലമല്ല, 30 കൊല്ലം ഒരേ കിടത്തം കിടക്കുകയാണ്. മൂത്രമൊഴിക്കാൻ പോലും നടക്കാൻ കഴിയൂല, നടന്നു പോകാൻ കഴിയില്ല. മലമൂത്ര വിസർജനം കിടക്കുന്ന കിടത്തത്തിൽ തന്നെ നിർവഹിക്കുമ്പോ രക്തമങ്ങ് ധാരധാരയായി ഒലിക്കുമ്പോ 30 കൊല്ലം ഒരേ കിടത്തം കിടന്നു. അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. അത് വിചാരിച്ച് ഇമ്രാൻ ഇബ്നു ഹുസൈൻ അല്ലാഹുവിന്റെ ശിക്ഷയാണെന്ന് പറയാൻ പറ്റുമോ? ഇതിങ്ങനെ 30 കൊല്ലം കടന്നു. അവസാനം നിസ്കരിക്കാൻ പോലും കഴിയാതെയായി. ഒരു നിലക്കും കഴിയാതെ വന്നപ്പോൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, പടച്ചോനെ നിസ്കരിക്കാനെങ്കിലും എനിക്ക് ആരോഗ്യം നൽകണമെന്ന് പറയുമ്പോ അല്ലാഹു ആരോഗ്യം കൊടുക്കുന്നു. അങ്ങനെ നമസ്കരിക്കുന്നു. അങ്ങനെ ഒരിക്കൽ അങ്ങാടിയിലേക്ക് പുറത്തിറങ്ങുകയാണ്. പുറത്തിറങ്ങുമ്പോ ജനങ്ങളൊക്കെ അത്ഭുതപ്പെടുകയാണ്. 30 കൊല്ലം കടന്ന ഇമ്രാൻ ഇബ്നു ഹുസൈൻ എഴുന്നേറ്റ് നടക്കുന്നുവല്ലോ. അദ്ദേഹം റബ്ബിനോട് കരഞ്ഞു പറയുകയാണ്, പടച്ചോനെ അല്ലാ, ഒന്നുകൂടി എന്നെ രോഗിയാക്കണേ അല്ലാ. 30 കൊല്ലം ഒരേ കിടത്തം ഞാൻ കടന്നു, അതുപോലെ ഇനിയും എന്നെ കിടത്തണമെന്ന് പറയുമ്പോ ജനങ്ങൾ ചോദിച്ചു, ഇമ്രാൻ ഇബ്നു ഹുസൈൻ താങ്കൾക്ക് എന്തു പറ്റി? 30 കൊല്ലം ഒരേ കിടത്തം കടന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് സുഖമായി നടക്കുമ്പോ വീണ്ടും രോഗമാകാൻ ദുആ ചെയ്യുകയാണോ? അപ്പോഴാണ് ഇമ്രാൻ ഇബ്നു ഹുസൈൻ പറയുന്നത്, അല്ലാ, അന്നേരം എനിക്ക് എത്ര റഹ്മത്ത് ലഭിച്ചുകൊണ്ടിരുന്നു. എനിക്ക് പരിചയമില്ലാത്ത ഒരുപാട് ആളുകൾ കൈ തന്നിരുന്നു, മുസാഫഹത്ത് ചെയ്തിരുന്നു. അല്ലാഹുവിന്റെ മലക്കുകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ആ രോഗത്തിന്റെ കഷ്ടപ്പാടിന്റെ ദുരിതത്തിന്റെ പുണ്യമുണ്ടല്ലോ, ഇപ്പൊ എനിക്കില്ലല്ലോ. അതുകൊണ്ട് എന്നെ ഇനിയും രോഗമാക്കണേ അല്ലാഹ് എന്ന് കരഞ്ഞു ദുആ ചെയ്യുമ്പോ നമ്മുടെ മദ്ഹബിന്റെ ഇമാമില്ലയോ, ഇമാമുന ശാഫിഈ, അവസാന കാലത്ത് ദർസ് നടത്താൻ പോലും കഴിയുന്നില്ല. ദുരിതരാ രക്തം വന്നുകൊണ്ടിരിക്കുകയാണ്. മൂലക്കുരുവിന്റെ അസുഖം കൊണ്ടും വേറെയും പല അസുഖങ്ങളെ കൊണ്ട് രക്തം ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുമ്പോ ശിഷ്യന്മാര് പടുക്കം കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് പാത്രത്തിലിരുന്നു കൊണ്ടാണ് മഹാനായ ശാഫിഈ ഇമാമ് ദർസ് നടത്തുന്നത്. ഫിഖ് പറയുന്നത്, ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോ ചിന്തിക്കണേ, പടുക്കത്തിൽ പാത്രത്തിലിരുന്നു കൊണ്ടാണ് ശിഷ്യന്മാര് വിഷമിച്ചുകൊണ്ട് എല്ലാം പഠിക്കുന്നു, മനസ്സിലാക്കുകയാണ്. ഉസ്താദിന് വിഷമമാണ്, ദുരിതമാണ്. രക്തം നിറഞ്ഞു കഴിഞ്ഞാൽ ഊഴം വെച്ചുകൊണ്ട് ഓരോ ശിഷ്യന്മാരെ പാത്രമെടുത്ത് കൊണ്ട്
പോയി ഒഴിവാക്കുമായിരുന്നു. ഈ ദുരിതമാണ് ബഹുമാനപ്പെട്ട ഷാഫിഈ ഇമാമിനെങ്കിലോ പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട മദ്ഹബിന്റെ ഇമാമായ ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു എത്ര ദുരിതങ്ങളാണ് അനുഭവിച്ചിരുന്നത്. 110 ചാട്ടവാറ് കൊണ്ട് അടിക്കാൻ പറയുന്നു. അവസാനം അടിച്ചടി കൊണ്ട് കഷ്ടപ്പെടുന്നില്ലയോ? ആ മഹാനുഭാവനെ തടവിലിട്ട് കഷ്ടപ്പെട്ട് ചാട്ടവാറ് കൊണ്ട് അടിക്കാനും വിധിച്ചു. അവസാനം വിഷം നൽകിയില്ലേ? ആരാ നൽകുന്നത്? മുസ്ലിമീങ്ങൾ പെട്ടവർ തന്നെയാണല്ലോ. മാലിക് ഇമാമിന്റെ അകത്ത് വിഷം കടക്കുമ്പോ അല്ലാഹ് എന്റെ വയറ്റിൽ വിഷം കടന്നോ, എന്നെ കൊല്ലാനാണല്ലോ റബ്ബേ വിഷം തന്നത്. റബ്ബേ സുജൂദിലായി മരിപ്പിക്കണ എന്ന് കരഞ്ഞു ദുആ ചെയ്യുമ്പോ സുജൂദിലായി മരണപ്പെടുന്നു. അറിയൂലേ, ലോകത്തെ ഏറ്റവും വലിയ മഹാനല്ലേ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, ലോകത്തെ ഏറ്റവും അധികം ഖുർആനിക വ്യാഖ്യാനം പറഞ്ഞ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കഥ എന്താ? അവസാന കാലമാകുമ്പോ കണ്ണിന്റെ കാഴ്ച മങ്ങുന്നു, 2 കണ്ണും തീരെ നഷ്ടപ്പെടുന്നു. 2 കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ട് അന്ധനായി നടന്നുകൊണ്ടിരിക്കുമ്പോ പലരും പറയാൻ തുടങ്ങി, ഖുർആൻ ഏറ്റുമറിയുന്ന പണ്ഡിതനല്ലയോ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടപ്പെട്ട സ്വഹാബിയല്ലയോ, എന്റെ 2 കണ്ണിന്റെ കാഴ്ച പോയല്ലോ. അപ്പോഴാണ് മഹാനുഭാവൻ പറയുന്നത്, ഇൻജഖുദില്ലാഹു മിൻ ഐനയ്യ നൂറഹുമാ ഫഫീ ലിസാനി വഖൽബി മിൻഹുമാ നൂറു. അല്ലാഹു എന്റെ കണ്ണിന്റെ കാഴ്ച എടുത്താലും എനിക്ക് അല്ലാഹു അന്ധത തന്നാലും അല്ല എന്റെ കൽബിന് അന്ധത തന്നില്ലല്ലോ. കൽബി ദഖിയു വഅഖലി ഗൈറു ദീ ദഖലി വഫീ ഫമീ സാരിനു കസൈഫി മഗ്തൂറു. പക്ഷെ ഇതൊന്നും സാധാരണക്കാര് പലരും അറിയുന്നില്ല. ഏതെങ്കിലും ഒരു പണ്ഡിതന് അറ്റാക്ക് വരുമ്പോ, അല്ലെങ്കിൽ ഒരു ബൈപ്പാസ് സർജറി കഴിയുമ്പോ, അല്ലെങ്കിൽ ക്യാൻസർ വരുമ്പോ എത്രങ്ങാനും ചേർക്കാൻ പോകണ മൂല്യാരാണല്ലോ, കുറെ വാഴു പറയുന്നവരാണല്ലോ, വലിയാണെന്ന് കരുതുന്നവരാണല്ലോ എന്ന് സാധാരണക്കാര് പറയാനേ പാടില്ല. എല്ലാം ഖൈർ തന്നെ. 2 കൈകൾ അല്ലാഹുവിലേക്ക് ഉയർത്തിയാൽ ദുആ സ്വീകരിക്കുന്ന മുസ്തജാബ് ദുആയ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു, ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ്. പ്രഗൽഭ സ്വഹാബിയാണ്. മുസ്തജാബ് ദുആ എന്ന സ്വഹാബികൾക്കിടയിൽ തന്നെ പ്രസിദ്ധനാണ്. പക്ഷേ 2 കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നു. 2 കണ്ണിന്റെ കാഴ്ചയും പോയി. അവസാനം തപ്പിത്തടഞ്ഞു നടക്കുമ്പോ ജനങ്ങൾ ചോദിച്ചു, അല്ലയോ മഹാനവറുകളെ, നിങ്ങൾ ദുആ ചെയ്താൽ എല്ലാ ദുആയും അല്ലാഹു സ്വീകരിക്കുന്നുവല്ലോ, എന്തേ നിങ്ങൾ അന്ധത സുഖപ്പെടാൻ ദുആ ചെയ്തുകൂടെ? അല്ലാഹുവിന്റെ റസൂലിന്റെ പുണ്യ സ്വഹാബി പറയുകയാണ്, ഇല്ല, എനിക്കല്ല പ്രതിഫലം നൽകട്ടെ, എനിക്കല്ല ധാരാളം പുണ്യം നൽകട്ടെ, ഈ കണ്ണെനിക്ക് തിരിച്ചു കിട്ടണ്ട എന്ന് പറയുമ്പോ ഇങ്ങനെ മഹാന്മാരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ലോകത്ത് ഏറ്റവും വലിയ മഹാനാണല്ലോ അഷ്റഫുൽ ഖൽഖി മുഹമ്മദ് മുസ്തഫ. നബി തങ്ങൾ പനി പിടിച്ച് വിറച്ചുകൊണ്ട് കഷ്ടപ്പെടുകയാണ്. ഒരു മരത്തിന്റെ കൊമ്പിൽ തോൽപാത്രം കെട്ടി തൂക്കിയിട്ടതിന്റെ താഴെ കടന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ നെറ്റിത്തടത്തിലേക്ക് വെള്ളങ്ങൾ ഇങ്ങനെ വീഴ്ത്തുകയാണ്. പനിച്ചു വിറക്കുമ്പോ സഹാബികൾ ചെന്ന് ചോദിക്കുകയാണ്, നബിയെ, നിങ്ങളെ കാണാ വിഷമമുണ്ടല്ലോ, അങ്ങനെ കാണാ പ്രയാസമുണ്ടല്ലോ. നബി തങ്ങൾ പറഞ്ഞു, ഇന്നി യുഅഖു കമാ യുഅഖു റജുലാനി മിൻകും. എടോ, നിങ്ങൾ 2 പനി വന്നാൽ എത്ര ദുരിതമുണ്ടോ അത്ര ദുരിതമാണ് ഞാൻ അനുഭവിക്കുന്നത്. ഏറ്റവും വലിയ വിഷമങ്ങളും പ്രയാസങ്ങളും അമ്പിയാക്കൾക്ക് തന്നെയാ എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ പിന്നെ ആരാ നമ്മൾ ഏറ്റവും ആദരിക്കുന്നത്? ഞാൻ സ്വർഗത്തിൽ കടന്നാൽ എന്റെ കൂടെ കിടക്കൽ അബൂബക്കറിന് സിദ്ദീഖ്. മലമ്പനി ബാധിച്ചിട്ടല്ലേ സിദ്ദീഖ് എന്നവർ വഫാത്താകുന്നത്. അത് കഴിഞ്ഞാ പിന്നെ ആരാ? ഉമർ ഇബ്നുൽ ഖത്താബ്. പ്രിയമുള്ള
പ്രിയമുള്ളവരെ, ഇമാമത്ത് നിൽക്കുമ്പോ ശത്രുവോടി വന്നുകൊണ്ട് കടാര കൊണ്ടുവന്നോ ഉമർ തങ്ങൾ അടിവയറിന് കുത്തുന്നു. കുടൽമാല പോലും പുറത്ത് ചാടിയിട്ടല്ലേ വഫാത്താകുന്നത്. ഈ ദുരന്തം ഒരുപക്ഷേ പറയുന്നവർക്ക് മോശമാക്കി പറഞ്ഞുകൂടെ? അല്ല, എല്ലാ ഖൈറിന് വേണ്ടിയാണ്. അള്ളാന്റെ പരീക്ഷണം തന്നെയാ. ഉമർ തങ്ങൾക്ക് അവർ പാല് കൊടുത്തു, പാല് നിൽക്കുന്നില്ല. കുത്തേറ്റ് ദ്വാരത്തിലൂടെ ഒലിച്ചു പോവുകയാണ്. പിന്നെ ആരാ ലോകത്ത് ഏറ്റവും വലിയ മഹാൻ? ലികുല്ലി നബിയ്യിൻ റഫീഖുൻ ഫിൽ ജന്ന. എല്ലാ പ്രവാചകന്മാർക്കും സ്വർഗത്തിലൊരു കൂട്ടുകാരനുണ്ട്. എന്റെ കൂട്ടുകാരൻ സയ്യിദുനാ ഉസ്മാൻ. പ്രിയമുള്ളവരെ, ചരിത്രം പഠിക്കണം നമ്മള്. ഇന്ന് അറേബ്യൻ രാജ്യങ്ങളിലെ കലാപങ്ങൾ നടക്കുമ്പോ, സംഘർഷഭരിതമായ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നിന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോ, ഇതിലേറെ മുൻകാലത്ത് കഴിഞ്ഞു പോയെന്ന ചരിത്രത്തിന്റെ അവലോകനം നമ്മൾ ഓർക്കണോ? സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. പ്രിയമുള്ളവരെ, മഹാനവറുകൾ കൊല്ലപ്പെടുമ്പോ മൃതദേഹം മറവ് ചെയ്യപ്പെടാതെ 3 ദിവസം കുറ്റിക്കാട്ടിൽ കടന്നില്ലയോ? റൗളാക്കരികിൽ കബറടക്കപ്പെടാൻ, റൗളാക്ക് സമീപത്ത് കബഞ്ച് അവിടെ മറവ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, അവിടെ കബറടക്കാൻ സമ്മതിക്കുന്നില്ല. അവസാനം ജന്നത്തുൽ ബഖീൽ കൊണ്ടുപോകുമ്പോ അവിടെയും മറവ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഇങ്ങനെ എത്രമാത്രം ആരാ മഹാനുഭാവനെന്നോ? അല്ലാഹുവിന്റെ നബി തങ്ങൾക്കെല്ലാം സമർപ്പിച്ചിരുന്നു. 40 ദിവസമാണ് വീട്ടിൽ പന്തിയാക്കുന്നത്. വെള്ളം കൊടുക്കുന്നില്ല, ഭക്ഷണം കൊടുക്കുന്നില്ല. അവസാനം മിസ്രികൾ, ഈജിപ്തുകാർ വന്ന് ഉസ്മാൻ എന്നവരെ കഷ്ടപ്പെടുത്തുകയാണ്. ഉപരോധിക്കുന്നു, വെള്ളമില്ല, ഭക്ഷണമില്ല. അവസാനം 40 ദിവസം ഉപരോധിച്ച് തടവിലിട്ടുകൊണ്ട് ഒരു ദിവസം നോമ്പുകാരനാ, നോമ്പ് തുറക്കാൻ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കുന്നില്ല. വൈകുന്നേരമായി ദാഹിച്ചു വരഞ്ഞു വെള്ളം കുടിക്കാൻ പോലുമില്ലാതെ കഷ്ടപ്പെടുമ്പോ ഉസ്മാൻ തങ്ങൾ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുന്നു, നായില, നീ പുറത്തു പോയി ഒരു തുള്ളി വെള്ളം കൊണ്ടുവന്നു തരുമോ? കോടീശ്വരനായിരുന്നല്ല ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അദ്ദേഹത്തിന്റെ ഒരു ദിവസം 1000 കുതിര, 1000 ഒട്ടകങ്ങളാണ്. ഷാമിൽ നിന്ന് കച്ചവടം നടത്തിയിട്ട് ഉസ്മാൻ എന്നവർ 1000 ഒട്ടകങ്ങൾ ഷാമിൽ നിന്ന് മദീനയിൽ വരുമ്പോ 1000 ഒട്ടകങ്ങൾക്ക് എത്ര ചുമക്കാനുണ്ടാകുമോ അത്രയും സാധനങ്ങളും സാമഗ്രികളും ഉണ്ട്. 1000 ഒട്ടകങ്ങൾ, 1000 ഒട്ടകങ്ങളിൽ ചുമക്കാൻ പറ്റുന്ന അത്രയും ഭാരം, സാമഗ്രികൾ, ചില്ലാരങ്ങൾ, ഇതെല്ലാം മദീനയിൽ വരുന്നു. വലിയ ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്ന കാലമാണ്. ഉമർ തങ്ങളാണ് രാജ്യം ഭരിക്കുന്നത്. സ്വഹാബികൾ ചെന്ന് ഉമർ തങ്ങളോട് പറയുന്നു, ഉമറെ, ഞങ്ങൾക്ക് വിഷമമാണ്, പ്രയാസമാണ്, ക്ഷാമമാണ്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിലേക്ക് സൂചിപ്പിക്കുമ്പോ ഉസ്മാൻ അവർ ആങ്ങളും സമർപ്പിക്കുന്നു. 1000 ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ പറ്റിയ എല്ലാം ഇസ്ലാമിന് വേണ്ടി സമർപ്പിക്കുമ്പോ ഈ ലോകത്തോട് വിട പറയുമ്പോ ഒരു തുള്ളി വെള്ളം കിട്ടുന്നില്ല. ഒരു ഗ്ലാസ് വെള്ളം പോലും കിട്ടാതെ വരുമ്പോ ഭാര്യയോട് പറയുന്നു, പെണ്ണ്, നീ അല്പം വെള്ളം കൊണ്ടുവാ എന്ന് പറയുമ്പോ അങ്ങനെ അതാ ഭാര്യ പുറത്ത് വെള്ളത്തിന് പോവുകയാണ്. പ്രിയമുള്ളവരെ, 700ഓളം വരുന്ന സഹാബികൾ വന്നിട്ട് പറഞ്ഞു, ഉസ്മാൻ എന്നവരെ, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. പക്ഷേ വേണ്ട, എല്ലാ പ്രക്ഷോഭകാരികളും മുസ്ലിമീങ്ങൾ തന്നെയാണല്ലോ, അവരവരുടെ ഇംഗിതം നടത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ക്ഷമിച്ചു. ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ നോമ്പ് തുറക്കാൻ നേരത്തെ മുഅ്ജിസത്തായി നിബിതങ്ങളാണ് വെള്ളം കൊടുക്കുന്നത്. ഇതെന്തിനാ ഞാൻ പറഞ്ഞത് എന്നോ? ഈ മുഹറം നമുക്ക് നൽകുന്ന പാഠം ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും വിഷമങ്ങളും പ്രയാസങ്ങളും സഹിക്കുന്നതിന്റെയും സന്ദേശം തന്നെയാണ്. പ്രിയമുള്ളവരെ, അതുപോലെ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ആ മഹാനുഭാവന്റെ മരണവും അങ്ങനെ തന്നെയല്ലേ. പിന്നെ ആരാ? സയ്യിദുനാ ഹുസൈൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടിയല്ലയോ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉടല്. പ്രിയമുള്ളവരെ, കർബലയിലാ മഹാനുഭാവന്റെ ഹുസൈൻ തങ്ങളെ തലയോ അങ്ങ് ഖൈറോയിലാണ്, ഈജിപ്തിലാണ്. ഹുസൈൻ തങ്ങളെ കൊന്ന് കഷ്ണമാക്കി തലയെടുത്തുകൊണ്ട് പ്രിയമുള്ളവരെ കുതിരവണ്ടിയിൽ റൊന്ത് ചുറ്റിയില്ലയോ? വലിയ മരത്തിന് മുകളിൽ തൂക്കിയിട്ടില്ലയോ? ദിവസങ്ങളോളം അങ്ങാടിയിൽ തൂക്കിയിടാൻ ശ്രമിച്ചില്ലയോ? ഉടല് അങ്ങ് കർബലയില്, തലയങ്ങ് ഖൈറോയില്. ഇതെന്തിനാ പറഞ്ഞത് എന്നോ? വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോ എല്ലാം ഈ സമുദായത്തിന്റെ ശിക്ഷയാണെന്ന് നിങ്ങളാരും കരുതാൻ പാടില്ല. എന്തൊക്കെ ദുരന്തം വന്നാലും ഇന്നല്ലാഹ മഅനാ. പിന്നെ നബി തങ്ങളെ പേരക്കുട്ടിയാരാ? ഹസൻ റളിയല്ലാഹു
റളിയല്ലാഹു അൻഹു അല്ലയോ സ്വന്തം ഭാര്യ ഭക്ഷണം കഴിക്കുമ്പോ വിഷം കൊടുത്തിട്ടല്ലേ കൊല്ലുന്നത്? ഹസൻ തങ്ങളും ഈ ലോകത്തോട് വിട പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ മഹാന്മാരെ കുറിച്ച് അങ്ങ് ചിന്തിച്ചാൽ ഇവരല്ലേ ലോകത്ത് രക്ഷപ്പെട്ടവർ. എത്രയെത്ര രോഗികളാ കഷ്ടപ്പെടുന്നതോ. മെഡിക്കൽ കോളേജുകളിൽ ചെന്നാൽ, സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ ചെന്നാൽ നിരവധി രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. ഇവിടെ ഒരു ഷുഗറും ഒരു പ്രഷറും കൊളസ്ട്രോളും ഇതുപോലും വിഷമിക്കുന്നവരുണ്ട്. എന്നാൽ ഒരു പനി വന്നാൽ അവർക്ക് പോലും ഇസ്ലാം കൊടുക്കുന്ന സമ്മാനങ്ങൾ എത്രയാണ് അറിയാമല്ലോ. നബിതങ്ങളിലേക്ക് ഒരിക്കലൊരു പെണ്ണ് വന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, നബിയേ എനിക്ക് അപസ്മാരത്തിന്റെ രോഗമാണ്. പലപ്പോഴും അപസ്മാരം പിടിപെട്ട് ഞാൻ തളർന്നു വീഴുകയാണ്. എന്റെ നാവിലൂടെ എന്റെ വായിലൂടെ നീര് വരുന്നു, പത വരുന്നു. നബിയെ ഞാൻ അപസ്മാര രോഗം പിടിപെട്ട് വീഴുകയാണ്. അതുകൊണ്ടൊന്ന് ദുആ ചെയ്യുമോ നബിയേ, എന്റെ അസുഖമൊന്ന് സുഖപ്പെടാൻ അങ്ങനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയുമ്പോ നബിതങ്ങൾ പറഞ്ഞു, പെണ്ണെ ഞാൻ ദുആ ചെയ്യാ, ഞാൻ ദുആ ചെയ്താൽ നിന്റെ രോഗം സുഖപ്പെടും. പക്ഷേ ഇൻഷീതി സബർതി വലകിൽ ജന്ന, ഞാൻ ദുആ ചെയ്യാതിരിക്കുമ്പോ നിന്റെ രോഗം സുഖപ്പെടാതിരിക്കുമ്പോ നിനക്കതിൽ ക്ഷമിക്കുന്നതിന്റെ പ്രതിഫലമുണ്ട്, നിനക്ക് സ്വർഗം കിട്ടും പെണ്ണേ. അതുകൊണ്ട് ദുആ ചെയ്തിട്ട് സുഖപ്പെടുത്തണ്ട. സുഖമില്ലാതെ അപസ്മാര രോഗം മരണം വരെ നിൽക്കട്ടെ, എന്നാൽ അത്രയും ക്ഷമയുടെ പ്രതിഫലം നിനക്ക് ലഭിക്കുമല്ലോ എന്ന് പറയുമ്പോ ഈമാനിന്റെ മാതൃകയായ ആ പെണ്ണ് പറയുന്നു, എങ്കിൽ നബിയേ അങ്ങ് ദുആ ചെയ്യണ്ട, എന്റെ അപസ്മാരം മാറണ്ട, എന്റെ ബോധം കെടൽ മാറണ്ട, ഈ രോഗം തുടരട്ടെ എന്ന് പറയുമ്പോ അവസാനം ആ പെണ്ണ് പറയുന്നു, പക്ഷേ നബിയേ അപസ്മാര രോഗമുണ്ടായി വീഴുമ്പോ എന്റെ തുണിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പാറിയിട്ട് എന്റെ ഔറത്ത് ജനങ്ങൾ കാണുമല്ലോ, അത് വെളിവാകാതിരിക്കാൻ ദുആ ചെയ്യണേ, അല്ലാത്ത കശഫ യാ റസൂലല്ലാഹ്. അപ്പോഴാ നബി തങ്ങൾ ദുആ ചെയ്യുന്നത്, പടച്ചോനെ ഈ പെണ്ണ് അപസ്മാരമായി ഇനി വീഴുമ്പോ ഈ പെണ്ണിന്റെ തുണി പുറത്ത് പോവരുത്, ഔറത്ത് വെളിവാകരുത് അല്ലാഹ്. ഇത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അല്ലയോ? അപസ്മാരത്തിന്റെ ദുരിതം എത്ര കഷ്ടപ്പാടാണ്, പ്രയാസമാണ്. അത് ദുആ ചെയ്ത് സുഖപ്പെടുത്തണ്ട എന്ന് നബി തങ്ങൾ പറയുമ്പോ അത് സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് ആ സ്ത്രീ ഉയർന്നിരുന്നു. ഇതെല്ലാം നമ്മൾ പഠിക്കണം. അത് മാത്രമല്ല, ഇതുപോലെയുള്ള രോഗത്തിന്റെ കഷ്ടപ്പാട് മാത്രമല്ല, ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്ന എത്ര ആളുകളുണ്ട്. ഒരു വീട് വെച്ച് പൂർത്തിയാക്കാൻ കഴിയാത്തവരുണ്ട്, ലോൺ എടുത്തുകൊണ്ട് കടം കൊണ്ട് വലഞ്ഞവരുണ്ട്, എത്രയോ പാവപ്പെട്ട പട്ടിണി പാവങ്ങളുണ്ട്. മുതലാളിമാരെ പോലെ ചെത്തി നടക്കാൻ അവർക്ക് കഴിയുന്നില്ല. പക്ഷേ നോക്കണേ, അല്ലാഹു പാവങ്ങളെ കൂടെയാണ്, അല്ലാഹു പാവങ്ങളുടെ സാധുക്കളെ കൂടെയാണ്. ഇതെല്ലാം നമ്മളിന്ന് ചിന്തിക്കുന്നില്ല. ഒരിക്കൽ പാവപ്പെട്ട ഫക്കീറുകളായ ദരിദ്രരായ സഹാബികളൊക്കെ സങ്കടപ്പെട്ട് യോഗം ചേരുകയാണ്. നമുക്ക് ഹജ്ജ് ചെയ്യാൻ പണമില്ലല്ലോ, സ്വതക്ക ചെയ്യാൻ പണമില്ലല്ലോ, ഇനി എന്ത് ചെയ്യും? നമ്മൾക്കൊക്കെ പരലോകത്ത് രക്ഷപ്പെടാൻ പറ്റിയ മാർഗമുണ്ടോ? അങ്ങനെ ഫക്കീറുകൾ യോഗം കൂടിയിട്ട് ഒരു ദൂതനെ നബിതങ്ങളിലേക്ക് വിടുന്നു. ആ ഫക്കീറുമാരെ പച്ചപ്പാവങ്ങളെ ദൂതൻ നബിതങ്ങളിലേക്ക് വന്നു. എന്നിട്ട് നബിതങ്ങളോട് പറയുകയാണ്, ഇന്നീ റസൂൽ ഫുഖറാഇലൈക, നബിയെ ഞാൻ പാവങ്ങളുടെ പ്രതിനിധിയാണ്, നബിയേ സാധുക്കളെ പ്രതിനിധിയാണ്. നബിതങ്ങൾ പറഞ്ഞു, മർഹബൻ ബിക, സ്വാഗതം, നിനക്ക് സ്വാഗതം. വബിമൻ ജീത മിൻ ഇന്ദിൻ, നീ ഏത് ഫക്കീറുമാരിൽ നിന്ന് വരുന്നവർക്കും സ്വാഗതം. നബിതങ്ങൾ പറയുന്നു, ഖൗമുൻ ഉഹിബ്ബുഹും, എനിക്ക് പാവങ്ങളോട് സ്നേഹമാണ്. പറയൂ, നിങ്ങളെ വിഷമം പറയൂ. പാവപ്പെട്ട സാധുക്കളായ ദരിദ്രരായ കഷ്ടപ്പാട് മാത്രമുള്ള ഫക്കീറുമാരുടെ പ്രതിനിധി പറഞ്ഞു, ഇന്നല്ലവനിയാ ദഹബൂ ബിൽ ഖൈർ, നബിയേ മുതലാളിമാർ എല്ലാ ഖൈറും കൊണ്ടുപോയിരിക്കുന്നു. യഹജ്ജൂന, ഹജ്ജ് ചെയ്യുന്നു. വലാ നഖിദ്റു അലൈ, ഞങ്ങൾക്ക് ഹജ്ജിന് ചെയ്യാൻ കഴിയുന്നില്ല. വയഅ്തമിറൂൻ, മുതലാളിമാർ ഉംറക്ക് പോകുന്നുണ്ട്, ഇടക്കിടക്ക് ഞങ്ങൾക്ക് ഉംറക്ക് പോകാൻ പണമില്ല നബിയേ. അല്ലാഹുവിന്റെ നബിയേ, വൈദാ മരിളൂ തസദ്ദഖൂ, സുഖമില്ലാതെ കിടക്കുമ്പോഴും അവരിങ്ങനെ സ്വതക്ക കൊടുക്കുകയാണ്, അവർക്കതിന്റെ കൂലിയുണ്ട്. ഞങ്ങൾക്ക് സ്വതക്ക ചെയ്യാൻ മാർഗമില്ലല്ലോ നബിയേ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രതിഫലവും പരലോകത്തുണ്ടാവുകയില്ലല്ലോ എന്ന സങ്കടം പറയുമ്പോ
ഇക്കാലത്തുണ്ടാകും അങ്ങനത്തെ ആളുകൾ. ഹജ്ജിന് കഴിയണില്ല, ഉംറയ്ക്ക് കഴിയുന്നില്ല, സ്വതക്കക്ക് കഴിയുന്നില്ല, ആരാരും ശ്രദ്ധിക്കാത്ത പാപങ്ങളുണ്ടാകും. ഈ സങ്കടം പറയുമ്പോൾ നബി തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. പ്രിയമുള്ളവരെ ചിന്തിക്കണം. നബി തങ്ങൾ ആ ഫക്കീറുമാരുടെ പ്രതിനിധിയോട് പറയുന്നു, മനുഷ്യ ബല്ലിഗന്നിൽ ഫുഖറാ, നീ ചെന്നുകൊണ്ട് ആ പാവപ്പെട്ടവരോട് നിന്റെ സമൂഹത്തിനോട് പറഞ്ഞു കൊടുക്കുക, ഇന്നലിമാ സബറ വഹതസബ മിൻകും ഫലാതു ഖിസാൽ, ഈ പാവപ്പെട്ടവരോട് പറഞ്ഞു കൊടുക്കണം. സാധുക്കളായ ക്ഷമിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് 3 മഹത്വങ്ങളുണ്ട്. ഇത് പറഞ്ഞു കൊടുക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞേക്കുമ്പോ ഇത് ഇന്നത്തെ കാലത്തും നമ്മൾ പഠിക്കേണ്ടതാണ്. മോമിനെ വിഷമം വരുമ്പോഴേക്ക് മറ്റുള്ളവരോട് പായാരം പറഞ്ഞു, എല്ലാവരോടും ദുഃഖങ്ങളും പ്രയാസങ്ങളും പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് പറയാതെ എല്ലാ ജനങ്ങളോടും ഇങ്ങനെ കഷ്ടപ്പാട് നിരത്തി പറയുന്നത് റബ്ബിന് ഇഷ്ടമില്ല. എല്ലാം അല്ലാഹുവിനോട് വിഷമം പറയണം. അറിയാമല്ലോ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 12 കൊല്ലമാ ജയിലിൽ കിടന്നത്. റാസിയിൽ കാണാ, റൂഹുൽ ബയാനിൽ കാണാ, ജയിലിൽ മോചിതനാകുന്ന ഒരുത്തൻ ജയിലിൽ നിന്ന് മോചിതനാകുമ്പോ യൂസുഫ് നബി പറഞ്ഞു, മനുഷ്യ നീ ജയിൽ മോചിതനായി രാജാവിനെ കണ്ടാൽ ഈ പാവം യൂസുഫ് ഇവിടെയുണ്ടെന്ന് പറയണം. ഈ പാവപ്പെട്ട യൂസുഫ് ജയിലിൽ ബന്ധനസ്ഥനാ, ഈ പാവപ്പെട്ട എന്റെ കഥ രാജാവിനോട് പറയണമെന്ന് ജയിൽ മോചിതനാകുന്നവനോട് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോ അത് പറയാൻ 12 അക്ഷരമാണ്, 12 വാചകമാണ് ഹിബ്രു ഭാഷ ഇത് ഉപയോഗിച്ചത്. ഈ പാപം യൂസുഫ് സാധുവാണ്, ഞാനിവിടെ ജയിലിലാ, എന്നെ മോചിപ്പിക്കാൻ രാജാവിനോട് പറയണേ എന്ന് പറയാൻ 12 ഹിബ്രു വാക്കുകളാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് റബ്ബ് 12 കൊല്ലം കൊണ്ട് പരീക്ഷിച്ചു. യൂസുഫേ, നീ വലിയ മഹാനല്ലയോ, നീ പ്രവാചക കുടുംബത്തിൽപ്പെട്ടവനല്ലയോ, എന്നോട് വിഷമം പറയാതെ പ്രയാസം പറയാതെ ജയിൽ മോചിതനാകുന്നവനോട് എന്തേ നീ പറഞ്ഞത്? പാപം യൂസുഫേ, നിന്റെ കാര്യം ആ രാജാവിനോട് പറയണമെന്നോ എന്നോട് പറഞ്ഞില്ലല്ല. അതുകൊണ്ട് നീ ജനങ്ങളോട് പായാരം പറയാൻ 12 വാക്കുപയോഗിച്ചപ്പോ 12 വർഷം ജയിലിൽ കടന്നോ. ഇത് പ്രിയമുള്ളവര് അവരുടെ ലോകത്താണ് നമ്മൾ പറഞ്ഞത്. എല്ലാ വിഷമങ്ങളും റബ്ബിനോട് പറയണം. നബിതങ്ങൾ പറഞ്ഞു, പാവങ്ങൾക്കുള്ള മഹത്വം, പാവങ്ങൾക്കുള്ള സാധുക്കൾക്കുള്ള പുണ്യം നബിതങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്നാമത്തത് ഫഇന്ന ഫിൽ ജന്നത്തി ഉറപ്പാ, സ്വർഗത്തിൽ വലിയ സ്വർണ്ണമാളികകളുണ്ട്, സ്വർഗത്തിൽ വലിയ ഉന്നത ബിൽഡിങ്ങുകളുണ്ട്. യൻദുറു ഇലൈക അഹ്ലുൽ ജന്നത്തി കമാ യൻദുറു അഹ്ലുൽ അർളി ഇലാ നുജൂമിസ് സമാ, ആകാശത്ത് മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രോജ്വലിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളെ നാം ഈ ഭൂമിയിൽ നിന്ന് എത്ര അകലെയാണോ കാണുന്നത്, ഇതുപോലെയാണ് സ്വർഗത്തിൽ തന്നെ ആളുകൾ ആ ഉന്നത മാളികകളെ കാണുന്നത്. സ്വർഗത്തിൽ അത്രയും ഉന്നത വിധാനങ്ങളിലുള്ള വലിയ ബിൽഡിങ്ങുകളും വലിയ സ്വർണ്ണ മാളികകളുമുണ്ട്. അതാർക്കാണെന്നറിയണോ? 1 കോടി പള്ളിക്ക് കൊടുത്ത മുതലാളിക്കുള്ളതല്ല, ഒരു പള്ളി മുഴുവനും നിർമ്മിച്ചു കൊടുത്ത അറബിക്കുള്ളതല്ല, ഒരുപാട് കാലം ഇൽമു പറഞ്ഞു കൊടുത്ത പണ്ഡിതനുള്ളതല്ല. ആ സ്വർഗത്തിലെ മണിമാളിക ആർക്കാണെന്നറിയണോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാ, ഈ ഭൂമിയിൽ നിന്ന് നിങ്ങൾ അങ്ങകലെയുള്ള നക്ഷത്രങ്ങളെ കാണുന്ന പോലെ സ്വർഗത്തിൽ അത്രയും ഉയരങ്ങളിലാണ് ഈ മാളികകൾ ഉള്ളവര്. ആ മാളിക ആർക്കെന്നറിയണോ? നബിതങ്ങൾ പറയുന്നു, ലാ യദ്ഖുലുഹാ ഇല്ലാ നബിയ്യുൻ ഫഖീർ. 1,24,000 അമ്പിയാക്കന്മാർ വന്നു, പക്ഷേ ഫഖീറല്ലാത്ത, ദരിദ്രനല്ലാത്ത ഒരു ഫഖീറിനും അങ്ങോട്ട് സ്ഥാനങ്ങളില്ല. ഒരു ഫഖീറായ പ്രവാചകനല്ലാതെ ഒരു മുതലാളിയായ പ്രവാചകനും അങ്ങോട്ട് പ്രവേശനമില്ല. അവിടെ സുലൈമാൻ നബിയില്ല, അവിടെ ദാവൂദ് നബിയില്ല, ഫഖീറല്ലാത്ത പ്രവാചകനത്തിനില്ല. എന്നിട്ട് നബിതങ്ങൾ പറയുന്നു, ഷഹീദും ഫഖീർ. ബദറാകട്ടെ, ഉഹുദാകട്ടെ, ഏത് വലിയ യുദ്ധങ്ങളാകട്ടെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്നത് ഫഖീറായ ഷഹീദല്ലാതെ ആ സ്വർഗത്തിലെ ഉന്നത മാളികകളിൽ സുഖിക്കുകയില്ല. പിന്നെ പറയുന്നു, ഔ മുഅ്മിനു ഫഖീർ,
ആരാരും ശ്രദ്ധിക്കാതെ പോയ പാവപ്പെട്ട സാധുക്കളായ ഫക്കീറുമാരായ ദരിദ്രരല്ലാതെ ഒരു മുഅ്മിനീങ്ങളും മറ്റുള്ളവർ അവിടെ കടക്കൂല. പാവപ്പെട്ടവർക്ക് മാത്രം ഒരു കാറ്റഗറി, അവർക്ക് വേണ്ടി മാത്രം പടച്ച സ്വർഗത്തിൽ ഒരുക്കി കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ നബി തങ്ങൾ സമാധാനിപ്പിക്കുകയാണ്. വിഷമിക്കണ്ട, പ്രയാസപ്പെടണ്ട. ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുമ്പോ, ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ വിഷമിക്കുമ്പോ നിങ്ങൾ ഒരു ബുദ്ധിമുട്ടും കരുതണ്ട. ഒരു വലിയ പ്രവാചകന് പോലും അങ്ങോട്ട് പ്രവേശനമില്ല. സമ്പന്നനായ പ്രവാചകനുള്ള ഷഹീദില്ല. പാവങ്ങൾക്ക് മാത്രമാണ് സ്വർഗത്തിലെ ഉന്നത മാളികകളുള്ളത്. ഈ ഭൂമിയിൽ നിന്ന് അങ്ങകലെയുള്ള നക്ഷത്രങ്ങളെ കാണുന്ന പോലെ അത്ര ഉയരത്തിലാണ് അവരെന്ന് പറയുമ്പോ ഇനി ആ നബിതങ്ങൾ പറയുന്നത് ഇതാ കാലൽ ഫക്കീർ, ഏതെങ്കിലും ഒരു ഫക്കീർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ ഒരു ഫക്കീർ പറഞ്ഞാൽ വലൗ കാലൽ ഗനിയു ദാലിക അൽഫ്, ആ ഒരു ലക്ഷമല്ല, അതിലപ്പുറം മിഅത്തൽഫ്, ഒരു ലക്ഷം, ഒരു ഹദീസിൽ മിഅത്തൽഫ് എന്ന ഒരു മുതലാളി 1,00,000 സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാലും ഈ പാവപ്പെട്ട ഫക്കീർ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്റിന്റെ മഹത്വം എത്തുകയില്ല, അതിന്റെ പുണ്യം ലഭിക്കുകയില്ല. വലുവംഫക ഫീഹാ, ഇനി ആ മുതലാളി 1,00,000 സ്വർണം സംഭാവന ചെയ്താലും 1,00,000 വെള്ളി സംഭാവന ചെയ്താലും അതോടെ ആയിരക്കണക്കിന് 1,00,000 ഈ ദിക്ർ ഒരു മുതലാളി പറഞ്ഞാലും ഈ പാവപ്പെട്ട ഒരു ഫക്കീർ പറഞ്ഞ ഈ ഒരൊറ്റ ദിക്റിന്റെ പുണ്യമെത്തുകയില്ല എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇങ്ങനെ നിരവധി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സാധുക്കൾക്കുള്ള 3 മഹത്വം പറഞ്ഞപ്പോ ഈ പ്രതിനിധി പാവപ്പെട്ട ഫക്കീറുകളിലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, അബ്ശിറൂ, സന്തോഷിക്കൂ, നിങ്ങളാരും വിഷമിക്കണ്ട, നമ്മുടെ റബ്ബ് നമ്മെ കൈവെടിഞ്ഞിട്ടില്ല. നമ്മൾ പാവങ്ങളാണെങ്കിൽ നമുക്ക് 3 മഹത്വങ്ങളുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആ ഫക്കീറുമാര് പറയുകയാണ്, റളീനാ 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 റളീനാ, തൃപ്തിയായി. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, സമുദായത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റപ്പെട്ട പാവപ്പെട്ട സാധുക്കളുണ്ടല്ലോ, രാഷ്ട്രീയ രംഗത്തവരില്ല, ഒരു പള്ളി കമ്മിറ്റിയില്ലവരില്ല, പ്രസംഗ രംഗത്തവരില്ല, ആരാരും മൈൻഡ് ചെയ്യാത്ത പാവപ്പെട്ട സാധുക്കളായ ആളുകൾ. ഡ്രസ്സ് കണ്ടാൽ കീറിപ്പറിഞ്ഞ ഡ്രസ്സുകളായിരിക്കും, അവർക്ക് സ്ഥാനമാനങ്ങളില്ല, അവരൊന്നും വലിയ കല്യാണത്തിന് ആളുകളൊന്നും അവരോട് ബന്ധപ്പെടൂല. ഇങ്ങനെ പാവപ്പെട്ട എത്രയോ ആളുകൾ അവരേതെങ്കിലും ദർഗകളിലും മക്ബറുകളിലും മക്കാമുകളിലൊക്കെയായി അവരിങ്ങനെ സാധുക്കളായി കഴിഞ്ഞുകൂടുമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അലാ ഉഖ്ബിറുകും ബിമുലൂകിൽ ജന്ന, സ്വഹാബത്തെ സ്വർഗ്ഗത്തിലെ രാജാക്കന്മാർ ആരാണെന്ന് പറഞ്ഞു തരണോ? സ്വർഗ്ഗത്തിലെ രാജാക്കന്മാർ കുല്ലു ലഈഫിൻ മുസ്തളഫിൻ അഗ്ബറ അശ്ഗദി തുംറൈലാ യുബൗല, ഒരാൾ മൈൻഡ് ചെയ്യാതെ നടക്കുന്ന പാവപ്പെട്ടവരില്ലയോ, അവരാണ് സ്വർഗത്തിലെ രാജാക്കന്മാരെന്ന് പറയുമ്പോ അറിയോ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ നബിതങ്ങൾ പറഞ്ഞു, ദഖൽതുൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ കടന്നു. ഞാൻ സ്വർഗത്തിൽ കടന്നപ്പോ ഫനളതു, സ്വർഗത്തിൽ മുഴുവൻ ഞാനങ്ങ് നോക്കുമ്പോ വനളതു ഫീ അലാഹാ, സ്വർഗത്തിന്റെ ഉന്നത നിലവാരങ്ങളിലുള്ളത്, സ്വർഗത്തിന്റെ ഉന്നത സ്ഥാനങ്ങൾ മുഴുവനുമുള്ളത് അൽ ഫുഖറാ, പാവപ്പെട്ട ഫക്കീറുമാരാണ്, കൂലിപ്പണിക്കാരാണെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. ഔലാദും പാവപ്പെട്ട സാധുക്കളും അവരെ മക്കളുമാണ് സ്വർഗത്തിന്റെ ഉന്നതയിലുള്ളത്. അവിടെ ഞാൻ എന്റെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ തെരഞ്ഞു. ആരാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്? സഈദിൻ സുബൈരിൻ ത്വൽഹാത്തിൻ വഅബി ഉബൈദത്തിൻ വബനിയു ബിനശീരിൽ കറമി. ആദ്യമായി ഇസ്ലാമിലേക്ക് വന്ന 8 സ്വഹാബികൾ, 8 പേരിൽ നിന്ന് ഒരാളാണ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാനാ ആ അബ്ദുറഹ്മാൻ. ഞാൻ സ്വർഗത്തിൽ മുഴുവനും പരിധി പക്ഷേ കണ്ടില്ല, ഞാൻ ഒരുപാട് പരിധി കണ്ടില്ല. കുറെ കഴിഞ്ഞപ്പോ അബ്ദുറഹ്മാൻ ഇങ്ങനെ വരുന്നതായി ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചു, അബ്ദുറഹ്മാൻ മാ ഖല്ലഫക അന്നി, നീ എവിടെ പോയതായിരുന്നു? നിന്നെ കണ്ടില്ലല്ലോ.
അന്നേരം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറയുകയാണ്, നബിയേ മാ ബസൽതു ഇലൈക, ഞാൻ നിങ്ങളിലേക്ക് എത്തിയില്ല. എനിക്കൊരുപാട് മുതലും സമ്പത്തും പടച്ചോൻ ദുനിയാവിൽ തന്നതുകൊണ്ട് ഈ സ്വർഗത്തിൽ ഞാൻ എഞ്ഞുഴഞ്ഞാ വരുന്നത്. വദനന്തു അന്നീ ലാ അറാക, നിങ്ങളെ കാണാൻ പറ്റൂല എന്ന് പോലും ഞാൻ പേടിച്ചു പോയി. കുന്തു ഹസബു ബിമാലി, എന്റെ സമ്പത്ത് കൊണ്ടുള്ള വിചാരണയിലായിരുന്നു ഞാനെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പാവപ്പെട്ടവരോട് പറഞ്ഞത്, സമ്പന്നന്മാർ സ്വർഗത്തിൽ കടക്കുന്നതിന്റെ 500 കൊല്ലം പാവപ്പെട്ടവരെ കടക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അന്നത്തെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് കടക്കുന്നതിന്റെയും 500 കൊല്ലം മുമ്പ് ഇപ്പത്തെ പാവപ്പെട്ടവന് കടക്കുമെന്ന് തന്നെ ഹദീസിന്റെ വ്യാഖ്യാനങ്ങളിലുള്ളത്. ഇതൊക്കെ പറയുമ്പോ പ്രിയമുള്ള മുഅ്മിനേ, ആരാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്? അല്ലാഹുവിന്റെ റസൂലും സ്വഹാബികളും കഷ്ടപ്പെടുമ്പോ ഉഹുദ് യുദ്ധത്തിൽ 2000 സ്വർണ്ണ നാണയം കൊടുത്തു. മദീനയിലെ ക്ഷാമം വന്നപ്പോ 7.5 കിലോ സ്വർണം കൊടുത്തു. ഒരു യുദ്ധത്തിൽ 500 കുതിരകളെ അങ്ങനെ തന്നെ കൊടുത്തു. മറ്റൊരു യുദ്ധത്തിൽ സുബ്ഹാനല്ലാഹ് 1500 ഭടന്മാർക്കുള്ള മുഴുവനും കൊടുത്തു. നബി തങ്ങളുടെ വഫാത്തിന് ശേഷം ഭാര്യമാരുടെ ചെലവുകൾ മുഴുവനും വഹിച്ചു. ഇതെല്ലാം കഴിഞ്ഞ ബഹുമാനപ്പെട്ട ഇബ്നു ഔഫിനെ പോലും ഞാൻ കുറെ ലാസ്റ്റാണ് കണ്ടതെന്ന് പറയുമ്പോ എന്ത് വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോ ക്ഷമിച്ചാൽ ഇതൊക്കെ കിട്ടുമെന്ന ചിന്ത മനസ്സിൽ വേണം. അല്ലാതെ ദരിദ്രനായത് കൊണ്ടൊന്നും ഈ കൂലി കിട്ടൂലടോ. അസുഖങ്ങളുണ്ടെന്ന് അത് കരുതിയൊന്നും ഈ കൂലി കിട്ടുകയില്ല. ഈ ക്ഷമയുടെ മാനസികാവസ്ഥ ഉണ്ടാക്കണം. ഈ സമർപ്പണത്തിന്റെ മനസ്സ് നമുക്കുണ്ടാവണം. കഴിഞ്ഞില്ല സുബ്ഹാനല്ലാഹ് അഅലമുഹും ബിൽ ഹലാലി വൽ ഹറാം. സഹാബികളിൽ നിന്ന് ഏറ്റവും വലിയ കർമ്മശാസ്ത്ര പണ്ഡിതനായിരുന്ന സയ്യിദുനാ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളയിൽ ചെന്ന് പൊട്ടിക്കരഞ്ഞവിടെ കടന്ന് കരയുകയാണ്. ബഹുമാനപ്പെട്ട അസ്ലം റളിയല്ലാഹു അൻഹു ചെന്ന് മുആദ് എന്നവരെ വിളിക്കുകയാണ്. മുആദേ, നിങ്ങൾ എന്താ നബി തങ്ങളെ ഖബറിന്റെ അടുത്ത് ചെന്ന് എന്തിനാണ് ഇവിടെ കരഞ്ഞ് ഇവിടെ ഇങ്ങനെ കടന്ന് മറിയുന്നത്? മുആദ് കരഞ്ഞു പറഞ്ഞു, അസ്ലമേ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് ഓർത്ത് കരയുകയാണ്. ഏത് ഹദീസ് ഓർത്താണ് മുആദ് നിങ്ങൾക്കറിയുന്നത്? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നി സമീഅതു റസൂലല്ലാഹ് ഇന്നല്ലാഹു യുഹിബ്ബുൽ അത്ഖിയാൽ അഖ്ഫിയാ. ആരാരും മൈൻഡ് ചെയ്യപ്പെടാതെ പാവപ്പെട്ട ഏതെങ്കിലും മൂലകൾ കടന്ന് ജീവിക്കുന്ന സാധുക്കളെയാണ് അല്ലാഹുവിന് ഇഷ്ടമെന്ന ഹദീസ് നബി തങ്ങൾ ഇന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനൊക്കെ ജനങ്ങളിൽ അറിയപ്പെട്ടവനായല്ലോ, ആ സാധുക്കളെ പുണ്യം എനിക്ക് കിട്ടുമോ എന്ന ഭയം കൊണ്ട് കരയുകയാണെന്ന് പറയുമ്പോ ഞാൻ ഇതാ ചില ഹദീസുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാ. പ്രിയമുള്ളവരെ, ഹബീബ് മുഹമ്മദ് മുസ്തഫ ഇത് ബഹുമാനപ്പെട്ട ബുഖാരി ഇമാം പോലും ഉദ്ധരിക്കുകയാണ്. ഇന്ന് എത്ര രോഗമായി കിടക്കുന്നവരുണ്ട്. കൊല്ലങ്ങളോളം ഒരേ കടത്തം കിടക്കുന്ന രോഗികളുണ്ടല്ലോ. കഴിഞ്ഞ ഏകദേശം 1 മാസങ്ങൾക്ക് മുമ്പ് ഒരേ കിടപ്പായി 5 കൊല്ലം കടന്ന ഒരു വ്യക്തി എറണാകുളം ജില്ലയിൽ നിന്ന് ഈ മമ്പുറപ്പാപ്പാനരികിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരുന്നു. ഒരേ കടത്തം കടന്ന് മലമൂത്ര വിസർജനം ഒരേ കടത്തത്തിൽ നിർവഹിക്കുമ്പോ രോഗികളെ വിഷമിക്കണ്ട. ഹദീസ് കേട്ടോ, അല്ലാഹുവിന്റെ നബി തങ്ങൾ പറയുകയാണ്, അനീനുൽ മരീന് തസ്ബീഹ്. വേദന സഹിക്കാൻ കഴിയാതെ ഒരു രോഗി അങ്ങ് കരഞ്ഞാൽ ആ കരച്ചിലിന് തസ്ബീഹിന്റെ കൂലിയുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. വസിയാഹു, വേദന കൊണ്ട് നട്ടാസിച്ചാൽ തഹ്ലീൽ, അത് തഹ്ലീലാണെന്ന് മുഹമ്മദ് മുസ്തഫ. വനൗമുഹു അലൽ ഫിറാശി ഇബാദാ, സുഖമില്ലാതെ തന്റെ വിരിപ്പിൽ കിടക്കുമ്പോ കുറെ കാലം കിടക്കുമ്പോ പുറം പൊട്ടിയിട്ട് വെള്ളത്തിന്റെ കിടക്ക വെക്കാറുണ്ടല്ലോ. ഈ കിടത്തം ഇബാദത്താ. വനഫസുഹു സദഖാ, ഓരോ നെടുവീർപ്പെടലുകളും സദഖയാണ്. വതകല്ലബഹു ജംബൽ ജംബിൻ, വേദന സഹിക്കാൻ കഴിയാതെ ഒരു ഭാഗത്ത് നിന്ന് മറ്റേ ഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കൽ, അതുണ്ടല്ലോ നബി തങ്ങൾ പറയുന്നത് ഖിതാലുൽ അദുവി, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാണെന്ന് മുഹമ്മദ് മുസ്തഫ. വയുക്തബു ലഹു മിനൽ ഹസനാതി മിസ്ല മാ കാന യഅമലു ഫീ സിഹതിഹി, സുഖമില്ലാതെ കിടക്കുമ്പോ അസുഖമുള്ള സമയത്ത് അവനൊരു ഇബാദത്തും ചെയ്യാൻ കഴിയാതെ വന്ന വിഷമിക്കണ്ട. ആരോഗ്യമുള്ള സമയത്ത് എന്തൊക്കെ നന്മകൾ ചെയ്തിരുന്നോ
അത് മുഴുവനും വകവെക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ആ രോഗി സുഖമായാൽ വമാലഹി ഖതിയത്തുൻ, ഒരു ദോഷവും ആ രോഗിയിലുണ്ടാവുകയില്ല, എല്ലാം അല്ലാഹ് പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. സാധാരണ ഒരു ഗവൺമെന്റ് ജോലിക്കാരൻ ഗവൺമെന്റ് സർവീസിലായിരുന്നു, ഓരോ 30,000 ശമ്പളമുണ്ടെന്ന് കരുതുക. സർവീസിൽ നിന്ന് വിരമിച്ചാൽ, റിട്ടയർഡായാൽ അവന് പെൻഷൻ പകുതിയാണല്ലോ ലഭിക്കുന്നത്. എന്നാൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ യൗവനം ചെലവഴിച്ചവരെ, നിങ്ങൾക്കൊരു കാലത്ത് സുഖമില്ലാതെ കിടക്കുമ്പോ നിങ്ങൾക്ക് പള്ളിയിൽ പോകാൻ കഴിയുന്നില്ല, ഖുർആൻ ഓതാൻ കണ്ണിന് കാഴ്ചയില്ല, എന്ന് നിസ്കരിക്കാൻ നിൽക്കാൻ പോലും കഴിയുന്നില്ല, എന്നാ വിഷമിക്കണ്ട. ആരോഗ്യമുള്ള സമയത്ത് നിങ്ങൾ അതൊക്കെ ചെയ്തവരാണെങ്കിൽ അത് മുഴുവനും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതാണ് ഒരു വ്യാഖ്യാനമായിട്ട് പറഞ്ഞതിന്റെ ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. നമ്മളെ ഓതുന്ന സൂറത്താണ് അല്ലേ? ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون. പള്ളിയിൽ നടന്നു വരാൻ കഴിയാത്ത ഒരു രോഗിയെ ഞാൻ സന്ദർശിക്കാൻ ചെന്നപ്പോ, ഉസ്താദേ പള്ളിക്ക് വരാൻ കഴിയുന്നില്ല, തഹജ്ജുദിന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, നിസ്കരിക്കാൻ പോലും കഴിയുന്നില്ല എന്ന സങ്കടം പറഞ്ഞപ്പോ, ഈ ആയത്തിന്റെ വിശദീകരണം ഈ ഹദീസ് പറഞ്ഞു കൊടുത്തപ്പോ എന്ത് വലിയ സന്തോഷമാ. സുഖമില്ലാതെ കിടക്കുന്നവർ വിഷമിക്കണ്ട. അസുഖമില്ലാത്ത ആരോഗ്യമുള്ള സമയത്ത് നിങ്ങൾ അതൊക്കെ ചെയ്തിരുന്നെങ്കിൽ അത് മുഴുവനും വകവെക്കപ്പെടുമെന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, ഇതാ ഒരു പുതിയ ഹിജ്റ വർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇനി നാളെ നമുക്ക് ആരോഗ്യമുണ്ടായി കൊള്ളണമെന്നില്ല, അന്ന് നമുക്ക് കൂലി കിട്ടണോ? ഇപ്പോൾ അമൽ ചെയ്തോ? ഇവിടെ തലശ്ശേരി മലബാർ ആശുപത്രിയിൽ തൊണ്ടയ്ക്ക് ക്യാൻസർ പിടിച്ച് ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന രോഗിയെ ചെല്ലാൻ കാണാൻ ചെന്നപ്പോ ആ രോഗി ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് ഇവിടെ കൈ വെച്ചുകൊണ്ട് പറയുകയാണ്, ബഹുമാനപ്പെട്ട തങ്ങൾ കടന്നു വരുന്നു, അല്ലാഹു അക്ബർ, അല്ലാഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട തങ്ങളവരുടെ ഉദ്ഘാടന പ്രഭാഷണമാണ് ഇനിയുള്ളത്. അപ്പോ നാം പറഞ്ഞുകൊണ്ടുവന്നത് പരിശുദ്ധമായ ഈ മുഹറം നമുക്ക് നൽകുന്ന ഒരു സന്ദേശം അതുകൂടിയാണ്. ഒരു ഹിജ്റ വർഷത്തിലേക്ക് നമ്മുടെ ഒരു ആയുസ് കഴിഞ്ഞു, ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടന്നു. ഓരോ സെക്കൻഡുകളും നമുക്ക് വിലപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്, തൊണ്ടയ്ക്ക് ക്യാൻസർ പിടിച്ച് സുഖമില്ലാതെ കിടക്കുന്ന രോഗി കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, എനിക്ക് നീണ്ടു കിടക്കുന്ന രാത്രികളില്ല, എത്രയോ രാത്രികൾ എനിക്ക് കഴിഞ്ഞുപോയി, എനിക്ക് ആ രാത്രികളിൽ തഹജ്ജുദ് നിസ്കരിക്കാമായിരുന്നു, ആ രാത്രികളിൽ എനിക്ക് ഖുർആൻ ഓതാമായിരുന്നു, ഇനി എന്റെ പിന്നിൽ രാത്രികളില്ല. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ ചിന്തിക്കണം, ഇപ്പൊ നമുക്ക് ആരോഗ്യമുണ്ട്, നമുക്ക് ഖുർആൻ ഓതാൻ കഴിയും. ഈ ആരോഗ്യമുള്ള സമയത്ത് നാം ചെയ്യുന്ന അമലുകളൊക്കെ അധികരിപ്പിച്ചാൽ നാളെ സുഖമില്ലാതെ കിടക്കുമ്പോൾ റബ്ബ് മലക്കളോട് പറയും, യാ മലായികതി ഉൻദുറൂ, മലക്കുകളെ നോക്കൂ നിങ്ങൾ. അയാൾക്ക് അസുഖമില്ലാത്ത സമയത്ത്, കാലിന് ആരോഗ്യമുള്ള സമയത്ത് പള്ളിക്ക് പോയവനാണോ? കണ്ണിന് കാഴ്ചയുള്ള സമയത്ത് ഖുർആൻ നിരന്തരം ഓതിയവനാണോ? ജമാഅത്തിന് പോയവനാണോ? മലക്കുകൾ പറയും, പടച്ചോനെ, ഞങ്ങൾ അവന്റെ യൗവനം പരിശോധിച്ചു, ഞങ്ങൾ അവന്റെ ആരോഗ്യ സമയം പരിശോധിച്ചു, അവന്റെ കയ്യിനും കാലിനും ആരോഗ്യമുള്ള സമയത്ത് എല്ലാ നന്മകളും ചെയ്തവനാണ്. അല്ലാഹ് പറയും, എങ്കിൽ ഇപ്പൊ അവനൊന്നും ചെയ്യാൻ പറ്റൂല, അവനക്ക് സുഖല്ല. അതുകൊണ്ട് നിങ്ങൾ അവൻ ആരോഗ്യ സമയത്ത് അവക്കം ചെയ്തവനാണെങ്കിൽ അവൻ എന്തൊക്കെ ചെയ്തിരുന്നോ പണ്ട്, അത് മുഴുവനും ഇപ്പൊ അങ്ങ് നിങ്ങൾ വരവ് വെച്ചോ എന്ന് പറയുമ്പോൾ വലിയ സൗഭാഗ്യമാണ്. അല്ലാഹു ഖുർആൻ പറഞ്ഞത്, ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. പ്രിയമുള്ള മുഅ്മിനീൻ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനിയും നബി തങ്ങൾ നമുക്ക് ശാന്തിയും സമാധാനവുമായി നൽകിയ ഒരുപാട് സന്ദേശങ്ങൾ നിന്ന ഹദീസുകൾ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കണം. ഉദ്ഘാടന പ്രഭാഷണത്തിന് വേണ്ടി അഭിമന്യരായ തങ്ങളവറുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. മുസ്ലിം കേരളത്തിന്റെ സമർപ്പണത്തിന്റെയും സഹനത്തിന്റെയും ക്ഷമയുടെയും എല്ലാം അല്ലാഹുവിൽ അർപ്പിക്കുന്ന തവക്കുലിന്റെയും മഹിതമായ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുക.
നമ്മൾ പറഞ്ഞു വെച്ചത് രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുകയും വിഷമിക്കുകയും വേദനിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സാന്ത്വനത്തിന്റെ സന്ദേശങ്ങളായിരുന്നു. തബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, يؤتى بالشهيد يوم القيامة നാളെ ഖിയാമത്ത് നാൾ മഹ്ശറ ബൻസബയിൽ ഷഹീദിനെ കൊണ്ടുവരപ്പെടും. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ ശുഹദാക്കന്മാരെ കൊണ്ടുവരപ്പെടും. യൂഖഫുൽ ഹിസാബ്, ഹിസാബിന്റെ തലങ്ങളിൽ ഹിസാബിന് വേണ്ടി ഷഹീദിനെ നിർത്തപ്പെടുമ്പോ സുമ്മ യൂതാ ബിൽ മുതസദ്ദിഖി, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധാരാളം സ്വതക്കകൾ നിർവഹിച്ച, ആയിരങ്ങളും പതിനായിരങ്ങളും കൊടുത്ത സ്വതക്ക നിർവഹിച്ചവരെ കൊണ്ടുവരപ്പെടും. ഫയുൻസബുൽ ഹിസാബ്, അവരെയും വിചാരണയ്ക്ക് വേണ്ടി നിർത്തപ്പെടുന്നതാണ്. ഷഹീദാണെങ്കിലും നിരവധി സംഭാവനകൾ നൽകിയ, സ്വതക്കകൾ നൽകിയവരാണെങ്കിലും ഹിസാബിന് വേണ്ടി നിർത്തപ്പെടുന്നതാണ്. അങ്ങനെ സുമ്മയൂതാ ബി അഹ്ലിൽ ബലാ, പിന്നെ മഹ്ശറയിലേക്ക് കൊണ്ടുവരപ്പെടുന്നത് ദുനിയാവിൽ നിരവധി വിഷമങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ഉണ്ടായിരുന്ന, ഒരുപാട് പരീക്ഷണങ്ങൾ സഹിക്കേണ്ടി വന്നവരെയാണ്. അവരെ അങ്ങ് മഹ്ശറയിൽ കൊണ്ടുവരപ്പെട്ടാൽ ഫലാ യുൻസബു ലഹും മീസാൻ, നന്മ തിന്മ തൂക്കുന്ന തുലാസ് അവർക്ക് വേണ്ടി എവിടെയില്ല. അവർക്ക് നന്മ തിന്മ തൂക്കുന്ന തുലാസ് അവർക്കില്ല. വലാ യുൻസബു ലഹും ദീവാ, നന്മയും തിന്മയും എഴുതി ഏട് വായിക്കുന്ന, ആ ഗ്രന്ഥം വായിക്കുന്ന ഏർപ്പാടും അവർക്കില്ല. പിന്നെയോ അല്ലാഹുവിന്റെ നബി തങ്ങൾ പറയുന്നത് ഫയുസബ്ബു അലൈഹിമുൽ അജ്റു സബ്ബാ, അല്ലാഹു ധാരാളം പുണ്യങ്ങളും കൂലികളും അവർക്ക് മേൽ ചൊരിഞ്ഞു കൊടുക്കുന്നതാണ്. ഷഹീദിനില്ലാത്ത സ്ഥാനം, അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക നൽകിയവർക്കില്ലാത്ത സ്ഥാനം, ഈ ദുനിയാവിൽ രോഗങ്ങളെ കൊണ്ട്, പരീക്ഷണങ്ങളെ കൊണ്ട്, വിഷമങ്ങളെ കൊണ്ട്, പ്രയാസങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് അല്ലാഹു നൽകുമെന്ന് പറയുമ്പോ അന്നേരം സുബ്ഹാനല്ലാഹ്, നന്മ തിന്മ തൂക്കുന്ന സന്ദർഭങ്ങളിലോ, ഏടുകൾ വിതരണം ചെയ്യുന്ന സന്ദർഭങ്ങളിലോ ഷഹീദിന് പോലും ഇല്ലാത്ത ഇത്തരം കൂലികൾ കാണുമ്പോ ഹത്താ അന്നഹുൽ ആഫിയതി ലയതമന്നഊൻ, ഈ ദുനിയാവിലോ ഒരു രോഗവുമില്ലാതെ, അസുഖവുമില്ലാതെ ആരോഗ്യത്തോടെ ജീവിച്ച് മരിച്ചുപോയ ആളുകൾ ലയതമന്നൗന ഫിൽ മവാഖിഫി, അങ്ങ് മഹ്ശറയിൽ നിന്ന് ആഗ്രഹിച്ചു പോവുകയാണ്, അല്ലാഹുവേ അല്ലാഹ്, ഞങ്ങൾക്കും റബ്ബേ രോഗം തന്നുകൂടായിരുന്നോ? ദുനിയാവിലെന്തേ ഞങ്ങൾക്ക് രോഗം തരാതിരുന്നത്? ദുനിയാവിലെന്തേ പരീക്ഷണം തരാതിരുന്നത്? പടച്ചോനെ അന്ന അജ്സാദഹും കുരിലതു ബിൽ മഖാരീൽ, റബ്ബേ ദുനിയാവിൽ ഞങ്ങളെ ശരീരങ്ങളോ കഷ്ണം കഷ്ണമാക്കപ്പെട്ടിരുന്നുവെങ്കിൽ അല്ലാഹ്, രോഗങ്ങളെ കൊണ്ട് പിച്ചി ചീന്തപ്പെട്ടിരുന്നെങ്കിൽ അല്ലാഹ്, എന്ന് ദുനിയാവിൽ നിന്ന് രോഗം അനുഭവിക്കാത്തവരെ പോലും അങ്ങ് മഹ്ശറയിൽ നിന്ന് ആഗ്രഹിച്ചു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അത്രമാത്രം പുണ്യങ്ങൾ രോഗികൾക്ക് അല്ലാഹ് കൊടുക്കുമെന്ന് പറയുമ്പോ ഈ മഹത്വം രോഗികൾക്കുണ്ടാവണമെങ്കിലോ എല്ലാം അല്ലാഹുവിന്റെ വിധിയിൽ തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള ക്ഷമയാണ് വേണ്ടത്. അല്ലാഹു നാളെ ആരോഗ്യമുള്ളവരാകാൻ ആഗ്രഹിക്കുന്നുവോ? രോഗങ്ങളില്ലാതെ, അസുഖങ്ങളില്ലാതെ ആരോഗ്യവാന്മാരായി നിൽക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ആരാണ് ആരോഗ്യവാന്മാരാകാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഖാലൂ, സ്വഹാബികൾ പറയുന്നു, കുന്നാ യാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് നബിയേ. നബിയേ രോഗങ്ങളില്ലാതെ, അസുഖങ്ങളില്ലാതെ ആരോഗ്യവാന്മാരാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നത് അതുഹിബ്ബൂന അൻ തകൂനൂ
കൽഹമീരി സുവാല. എടോ, നിങ്ങൾ കഴുതകളാകുന്നുവോ? നിങ്ങൾ കഴുതകളാകാൻ ആഗ്രഹിക്കുന്നുവോ? രോഗങ്ങളില്ലാതെ, അസുഖങ്ങളില്ലാതെ, പരീക്ഷണങ്ങളില്ലാതെ സദാസമയവും ആരോഗ്യവാന്മാരാകണമെന്ന പൂതിയാണോ? നിങ്ങൾ കഴുതകളാകണ്ട. നിങ്ങൾ ഓടിയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ മരുഭൂമിയിലെ കഴുതകളെ പോലെയാകാൻ കൊതിക്കണ്ട കേട്ടോ. ഇത്തരം പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അലാ തുഹിബ്ബൂൻ അൻ തകൂനു അസ്ഹാബ ബലായ. എടോ, ദുനിയാവിൽ നിരവധി പരീക്ഷണങ്ങളും ദുരിതങ്ങളും ഉള്ളവരാകാൻ കൊതിച്ചോ? നിങ്ങൾ അതിനു വേണ്ടി ആഗ്രഹിക്കുക. എന്നാൽ അല്ലാഹു നിങ്ങളുടെ ദോഷം പൊറുത്തു തരുന്നതാണ്, നിങ്ങളുടെ രോഗങ്ങളുള്ള ശിഫയാക്കി തരുന്നതാണ് എന്ന് അല്ലാഹുവിന്റെ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. തീർച്ചയായും ചില ആളുകൾക്ക് സ്വർഗത്തിൽ ചില സ്ഥാനങ്ങളുണ്ട്. നിസ്കാരം കൊണ്ടൊരിക്കലും ആ സ്വർഗത്തിലെ സ്ഥാനത്തെത്തുകയില്ല. നോമ്പ് കൊണ്ടൊരിക്കലും ആ സ്വർഗത്തിലെ ഉന്നത സ്ഥാനമെത്തൂല. നബി തങ്ങൾ പറയുന്നു, ഖുർആൻ പാരായണം കൊണ്ടെത്തൂല. നിസ്കാരം കൊണ്ടോ, നോമ്പ് കൊണ്ടോ, ഖുർആൻ പാരായണം കൊണ്ടോ സ്വർഗത്തിലെ ആ സ്ഥാനങ്ങളിലൊന്നും എത്താൻ പറ്റുകയില്ല. പക്ഷേ അല്ലാഹുവിന്റെ നബി തങ്ങൾ പറയുന്നു, പക്ഷേ അല്ലാഹു രോഗം കൊടുക്കും, അല്ലാഹു ശിക്ഷ ദുനിയാവിൽ വിഷമം കൊടുക്കും, അവനക്ക് വലിയ വലിയ രോഗങ്ങൾ കൊടുക്കും. അതെല്ലാം ഇവൻ ക്ഷമിക്കും, ഇവൻ സഹിക്കും. അങ്ങനെ സ്വർഗത്തിലെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് അവനെത്തും. അവൻ ഖുർആൻ ഓതിയാൽ അത്ര എത്തൂല. എത്ര പാതിരാത്രി നിസ്കരിച്ചാലും അവിടെ എത്തൂല. പകൽ മുഴുവൻ നോമ്പെടുത്താലും എത്തൂല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ, മുഅ്മിനീങ്ങളെ, നമ്മളാരും രോഗം ആഗ്രഹിക്കാൻ പാടില്ല. പക്ഷേ റബ്ബ് രോഗം തന്നാൽ ക്ഷമിക്കാനും അല്ലാഹുവിനെ ഓർക്കാനുമുള്ള മനസ്സ് നമുക്ക് വേണം. പരിശുദ്ധമായ ഖുർആൻ പകലിൽ കാൽ ഭാഗം ഓതിയിരുന്ന മഹാനാണ് ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. കാൽ ഭാഗം എന്നും പകലിൽ ഖുർആൻ ഓതുന്നു, എന്നും പകല് നോമ്പാ, എന്നും രാത്രി ഉറക്കമൊഴിച്ചുകൊണ്ട് നമസ്കരിക്കുന്നവരാണ് അദ്ദേഹം. ഖലീഫ അബ്ദുൽ മലിക്കിന്റെ നിർദ്ദേശപ്രകാരം അങ്ങ് ഡമസ്കസിലേക്ക് പോകുമ്പോ സ്വന്തം മകനും കൂടെയുണ്ട്. സ്വന്തം മകനെ കുതിര ചവിട്ടി കൊല്ലുകയാണ്. മഹാനായ ഉർവത്ത് ഇബ്നു സുബൈറിന്റെ മകൻ നഷ്ടപ്പെടുന്നു. മാത്രമല്ല, രോഗം പിടിപെട്ട് കാല് മുഴുവനും ചൊറി വരികയാണ്. കാല് മുഴുവനും രോഗം വന്ന് ഡോക്ടർമാർ മുറിക്കാൻ പറയുമ്പോ കാല് മുറിക്കപ്പെടുന്നു. അങ്ങനെ മദീനയിലേക്ക് തിരിച്ചു വരുമ്പോ ഉർവത്ത് ഇബ്നു സുബൈറിന്റെ മകൻ നഷ്ടപ്പെട്ടു, ഒരു കാലും നഷ്ടപ്പെട്ടു. മദീനക്കാർ സഹതാപം പറയുകയാണ്, അല്ലയോ ഉർവാ, നിങ്ങളങ്ങ് പോകുമ്പോ നിങ്ങൾക്ക് കാലുണ്ടായിരുന്നല്ലോ, നിങ്ങളെ കാലും പോയി മകനും പോയി എന്ന് പറയുമ്പോ ഉർവത്ത് ഇബ്നു സുബൈർ അല്ലാഹുവെ സ്തുതിച്ചുകൊണ്ട് പറയുന്നത്, അൽഹംദുലില്ലാഹ്, എനിക്ക് 4 മക്കളുണ്ടല്ലോ, ഒരു മകനല്ലേ കുതിര ചവിട്ടി കൊന്നത്, എനിക്ക് 2 കൈയും 2 കാലുമുണ്ടല്ലോ, ഒരു കാലല്ല എനിക്ക് നഷ്ടപ്പെട്ടത്. എനിക്ക് അല്ലാഹു പരലോകത്ത് നൽകുന്ന പുണ്യമാലോചിക്കുമ്പോ ഇതൊന്നും ഒരു വിഷമമല്ല. ഇനി നോക്കൂ നിങ്ങൾ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്, ഏത് രോഗം വന്നാലും ബുദ്ധിമുട്ട് വന്നാലും അതെല്ലാം പരലോകത്തൊരു പദവി കൂടാനാണെന്ന് ചിന്തിക്കണം. ഇനി ചിലപ്പോ നമ്മിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് വന്നാൽ ഒരുപക്ഷേ ദുനിയാവിലെ ചെറിയ അസുഖം കൊണ്ട് പടച്ചോനത് പുറത്തു തരും. ഒരിക്കലൊരു സഹാബി ഒരു പെണ്ണിനെ നോക്കി നോക്കി പോയി ഒരു ചുമരിൽ തന്റെ തലമുട്ടുകയാടു. മാത്രമല്ല, തിരിഞ്ഞു നടക്കുമ്പോ മുൻപല്ലും പൊട്ടിപ്പോയി. ആ സഹാബി അല്ലാഹുവിന്റെ നബി തങ്ങളോട് പറയുകയാണ്, നബിയെ, എന്റെ മുൻപല്ല് പൊട്ടിപ്പോയി. നബി തങ്ങൾ പറഞ്ഞു, എടാ മനുഷ്യ, ഇത് അറാദല്ലാഹു ബിറജുലിൻ മിനൽ മുഅ്മിനി ഖൈറാ അജ്ജല ലഹുൽ ഉഖൂബത ഫിദ്ദുനിയാ. നീ ആ പെണ്ണിനെ നോക്കി 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 നടന്നല്ലോ, അന്നേരം നീ ചെയ്തത് ഹറാമാണ്. ഇവിടെ അല്ലാഹു നിന്റെ മുൻപല്ല് പൊട്ടിച്ചത്, ആഖിറത്തിൽ നിനക്കതിന് ശിക്ഷയില്ല, നിനക്കല്ല പുറത്തു തന്നു എന്ന് പറയുമ്പോ
പ്രിയമുള്ളവരെ, നമുക്ക് അസുഖം വന്നാൽ നാം ചെയ്ത തെറ്റുകൾ ഒരുപക്ഷെ റബ്ബ് പൊറുത്തു തരികയാണെന്ന് കരുതണം. നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ശാഫിഈ, അദ്ദേഹം ഖൈറയിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോ, ഖൈറോ നഗരവീതിയിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോ മഹാനായ ശാഫിഈ ഇമാമിന്റെ മുമ്പിൽ ഒരു പെണ്ണ് പ്രത്യക്ഷപ്പെട്ടു. ശാഫിഈ റളിയല്ലാഹു അൻഹു നിർബന്ധപൂർവ്വം നോക്കിപ്പോയതൊന്നുമല്ല, അറിയാതെ ആ സ്ത്രീയുടെ കാൽ തണ്ടയുടെ വെളുപ്പ് കണ്ടുപോവുകയാണ്. പർദ്ദക്കടിയിലെ കാലിന്റെ ഈ ഭാഗത്ത് വെളുപ്പ് കണ്ടപ്പോ പിന്നെ ഷാഫി ഇമാമിന് ഒന്നും പഠിച്ചതോർമ്മയില്ല, ഒരു മസ്അലയും ഓർമ്മ വരുന്നില്ല. ഷാഫി ഇമാം വേഗം തന്റെ ഉസ്താദായ വക്കീലിലേക്ക് പോവുകയാണ്. അങ്ങ് ഈജിപ്തിൽ ഷാഫി ഇമാമിന്റെ ഖബറിന്റെ നേരെ മുമ്പിലാണ് വക്കീഇന്റെ ഖബറുള്ളത്. വക്കീ എന്ന ഉസ്താദിനോട് പറയുകയാണ്, ശകൗതു ഇലാ വക്കീൻ സുഹഫിനി ഫൗസാനി ബിതർകിൽ മാസി ഫഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖാ വനൂറുല്ലാഹി ലാ യുഅ്താനി ആസി. വക്കീ എന്ന ഉസ്താദിനോട് ചെന്ന് പറയുകയാണ്, ഉസ്താദേ, എനിക്ക് പഠിച്ചത് പലതും മറന്നു പോകുന്നു. അന്നേരമാണ് വക്കീ പറഞ്ഞത്, ശകൗതു ഇലാ വക്കീൻ സുഹഫിനി ഫൗസാനി ബിതർകിൽ മാസി. അല്ലയോ ശാഫിഈ, നീ നടന്നു പോകുമ്പോ ആ സ്ത്രീയുടെ കാലിന്റെ വെളുപ്പ് കണ്ടില്ലയോ? മനഃപൂർവ്വം ആസ്വദിക്കാൻ നോക്കിയതല്ല, മഅദല്ലാഹ്. അപ്പോഴേക്ക് ഇൽമു മറന്നു പോയതെങ്കിലോ? ഇതെല്ലാം നമുക്ക് ലഭിക്കേണ്ട പാഠങ്ങളാണ്. കഴിഞ്ഞില്ല. ഇനി ഒരു ഹദീസ് നോക്കൂ നിങ്ങൾ. അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇന്നൽ മുഅ്മിന, തീർച്ചയായും ഒരു മുഅ്മിന്, ഇദാ അസ്വാബഹു സഖമു, രോഗം വന്നാൽ, ഒരു മുഅ്മിനിക്ക് രോഗം വന്നാൽ, കാന കഫാറത്തൻ ലിമാ മളാ മിൻ ദുനൂബിഹി, എല്ലാ ദോഷങ്ങളും ആ രോഗം കാരണം അല്ലാഹ് പുറത്തു കൊടുക്കുന്നതാണ്. ഇങ്ങനെ രോഗങ്ങളെ മഹത്വം നബി തങ്ങൾ പറയുമ്പോ സദസ്സിൽ ഒരു സഹാബി എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നു, നബിയേ, അങ്ങ് രോഗങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, അങ്ങ് അസുഖങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. എനിക്ക് രോഗങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല നബിയേ, ഇതുവരെ എനിക്കൊരു തലവേദന പോലും ഉണ്ടായിട്ടില്ല. എന്താണ് രോഗമെന്ന് എനിക്കറിയില്ല നബിയേ. വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മാ മരിൽതു, ഇതുവരെ എനിക്ക് രോഗമുണ്ടായില്ല. ഖത്തു, തീരെ എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഖും അന്ന, എഴുന്നേറ്റ് പോടോ, ലസ്ത അന്ന, നീ നമ്മിൽ പെട്ടവനല്ല, ലസ്ത മിന്നാ, ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകണമെന്ന് പറഞ്ഞ ഹദീസ് അബൂ ദാവൂദിലുണ്ട്. ചിന്തിക്കണം നിങ്ങൾ. ഇതുപോലൊരു സുഹാബി മരണപ്പെടുകയാണ്. മരണപ്പെട്ട് മയ്യത്ത് കാണാൻ ചെല്ലും. മയ്യത്തിന്റെ അരികിൽ നബി തങ്ങൾ എത്തുമ്പോ അല്ലാഹുവിന്റെ നബി തങ്ങളോട് ഈ മയ്യത്തിനെ കുറിച്ച് മറ്റൊരു സ്വഹാബി പറയുകയാണ്, ഹനി അല്ലഹു മാത വലം യുബ്തലാ, നബിയെ, ഈ മയ്യത്ത് വലിയ ഭാഗ്യവാനാണ് നബിയെ. എടോ, എന്ത് ഭാഗ്യവാനാണെന്നാണ് ഈ പറയുന്നത് നബിയെ? ഈ മനുഷ്യനുണ്ടല്ലോ, മരണം വരെ ഒരു കൊണക്കൊടുമില്ലായിരുന്നു. നമ്മളും വലിയ വർത്താനത്തിൽ പറയാറുണ്ടല്ലോ, 90 വയസ്സ് വരെ ഒരു അസുഖം പോലും അയാൾക്കുണ്ടായിട്ടില്ല എന്ന്. ഇതുപോലെ നബി തങ്ങളെ കാലത്ത് വഫാത്തായ ഒരു സ്വഹാബിയെ കുറിച്ച് മറ്റൊരു സ്വഹാബി നബി തങ്ങളോട് പുകഴ്ത്തി പറയുകയാണ്, നബിയെ, മാത വലം യുബ്തല, ഇതുവരെ ഒരു രോഗം പോലും അയാൾക്കുണ്ടായിട്ടില്ല നബിയേ. ആരോഗ്യമാണ് മരണം വരെ ഉണ്ടായിരുന്നത്, ഇതുവരെ ഒരു രോഗം വരാത്ത മനുഷ്യനാണെന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, വൈഹക്, നിനക്ക് നാശം വരട്ടടാ. അതാണോ നീ വലിയ പുകഴ്ത്തി പറയുന്നത്? ഈ മനുഷ്യന് മരണം വരെ രോഗമൊന്നും വന്നിട്ടില്ല എന്നതാണോ പുകഴ്ത്തി പറയുന്നത്? മായുദ്ദീക്ക്, നിനക്ക് എന്ത് പറ്റിയടോ? അള്ളയാൾക്ക് രോഗം കൊടുത്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. യുകഫിറു അൻഹു സയ്യാത്ത്,
ആ മനുഷ്യന്റെ എത്ര ദോഷം പൊറുക്കപ്പെടുമായിരുന്നു. അതുകൊണ്ട് രോഗമില്ലാതെ മരിച്ചുപോയത് വലിയ കാര്യമായിട്ടൊന്നും എന്നോട് പറയണ്ട എന്ന ഈ ഹദീസ് മുവത്തയിൽ മാലിക് ഇമാം ഉദ്ധരിക്കുന്നുണ്ട് മുഅ്മിനെ. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത ഹദീസ് നോക്കണം നിങ്ങൾ. മുസ്ലിമിനും തുർമുദിയിലും കാണാം നബി തങ്ങൾ പറയുന്നു, മസറുൽ മുഅ്മിനി കമസലി സുറഇ, ഒരു മുഅ്മിനായ മനുഷ്യൻ സാധാരണ ഒരു കൃഷിയെ പോലെയാണ്. കണ്ടില്ലേ നിങ്ങൾ പാടങ്ങളിലേക്ക് നോക്കുക, കാറ്റടിക്കുമ്പോ നെല്ലുകളെല്ലാം അതുപോലെ വാഴകളും മറ്റു മരങ്ങളും ആടുന്നു. ഇതുപോലെയാണ് മുഅ്മിനോ. നബി തങ്ങൾ പറയുന്നു, ലാ തസാറുൽ യൗതു ഫീ വലാ യസാറുൽ മുഅ്മിനു യുസീബുൽ ബലാ. ഇതുപോലെ മുഅ്മിനിന് എപ്പോഴും അസുഖം വരും, പരീക്ഷണങ്ങൾ വരും. ഇന്ന് ആരോഗ്യമുള്ളവൻ നാളെ കടക്കും, ഇന്ന് സന്തോഷിക്കുന്നവൻ നാളെ ചിരിക്കും, നാളെ കരയും, ഇന്ന് കരയുന്നവൻ നാളെ ചിരിക്കും. മുഅ്മിൻ സാധാരണ ഒരു ചെടി പോലെയാണ്. എന്നാൽ അള്ളാന്റെ കോപത്തിനിരയായ മുനാഫിക്കുണ്ടല്ലോ, കമസലി ശജറത്തിൽ റുസ്സ, ഒരു പനമരം പോലെയാ. ഒരു ബുദ്ധിമുട്ടും അവനുണ്ടാകൂല. ഏത് കാറ്റടിച്ചാലും ഇങ്ങനെ ഉലയാത്ത ചില മരങ്ങളുണ്ടല്ലോ, അതങ്ങനെ അത് മുറിക്കപ്പെടുന്നവരാ മരം സ്റ്റേണായി നിൽക്കും. ഇത് മുനാഫിഖാണ്. ദുനിയാവിൽ വിഷമങ്ങളോ പരീക്ഷണങ്ങളോ ബുദ്ധിമുട്ടോ രോഗങ്ങളോ ഇല്ലാത്തവൻ ഇവര് മുനാഫിക്കിന്റെ ലക്ഷണമാണെന്ന് പറയുമ്പോ ഏറാക്കൊരു അസുഖം വരാത്തവനെ മുനാഫിക്കെന്ന് വിളിക്കണമെന്നല്ല ഈ പറയുന്നത്, അതൊരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ എന്ത് വിഷമം വന്നാലും നമ്മൾ എടുക്കേണ്ട ഒരു നിലപാടിനെ കുറിച്ചാണ്. അതല്ലേ അല്ലാഹുവിന്റെ നബി തങ്ങൾ പറഞ്ഞത്, മുഅ്മിനിന്റെ കാലിൽ ഒരു ചെറിയ മുള്ള് കുത്തിയാൽ അതുകൊണ്ട് അവന്റെ ദോഷങ്ങൾ പുറത്തു പോകുന്നതാണ്. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാമല്ലോ, മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹസനിൻ വലാ ദൻ വലാ ഗമ്മിൻ ഹത്താ ശൗകതു യുശാഖുഹാ. ഒരു വ്യസനം നമുക്ക് വന്നാൽ, ഒരു പനി നമുക്ക് വന്നാൽ, ഒരു ദുഃഖം നമുക്ക് വന്നാൽ, ഒരു ക്ഷീണം നമുക്ക് വന്നാൽ, ഒരു കുഴക്ക് വന്നാൽ, ഒരു ഷുഗർ വന്നാൽ, ഒരു പ്രഷർ വന്നാൽ, അതുകൊണ്ടൊക്കെ ദോഷം പുറക്കപ്പെടുമെന്നർത്ഥം. അല്ലാഹുവിന്റെ നബി തങ്ങൾ പറയുന്നത്, ആഞ്ഞ് കാറ്റടിക്കുമ്പോ ഒരു മരത്തിൽ നിന്ന് ഉണങ്ങിയ ഇല കൊഴിയുന്ന പോലെ ഒരു പനി വന്നാൽ അവന്റെ ദോഷങ്ങൾ കൊഴിഞ്ഞു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ മറ്റൊരു ഹദീസ് രസകരമായ ഹദീസാണ്. ബഹുമാനപ്പെട്ട തഅവ ഉസ്താദ് ആ ഹദീസിന്റെ അർത്ഥം ശരിക്ക് പാട്ടായി തന്നെ പറയുന്നുണ്ട്. പറയുന്നു, തിരുനബി ഏതൊരാളോ രോഗിയായി എന്നാൽ മലക്കുകൾ 4 വരവുണ്ടാദ്യമായി. പ്രിയമുള്ള മനുഷ്യ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ രോഗം വന്നാൽ, ക്യാൻസറോ അതുപോലെയുള്ള ഏത് രോഗം വന്നാലും അള്ളാഹു 4 മലക്കുകളെ ആ രോഗിയിലേക്ക് പറഞ്ഞേക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്നിട്ടോ അള്ളാഹു ഒരു മലക്കിനോട് പറയും, ജസദിന്റെ ശക്തി പിടിച്ചെടുക്കണമെന്ന്. അതിലൊരു മലക്കോട് ആജ്ഞയും കൊടുക്കുന്നു. ഒരു മലക്കിനോട് അല്ലാഹു പറയുന്നത്, ആ രോഗിയുടെ ശരീരത്തിന്റെ ശക്തി പിടിച്ചെടുത്തോ, ഇത് നടക്കാൻ കഴിയരുത്, ഇരിക്കാൻ കഴിയരുത്, അവന്റെ ശരീരത്തിന് ആരോഗ്യം പിടിച്ചെടുത്തോ എന്ന് പറയുമ്പോ രണ്ടാമത്തെ മലക്കിനോടോ, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചിയും നീക്കണോ എന്നുള്ളതാ രണ്ടാമനെന്നോടറിയണോ. രണ്ടാമത്തെ മലക്കിനോട് പറയുന്നത്, ആ രോഗിയുടെ ഭക്ഷണത്തിന്റെ രുചിയെ നീക്കണേ, അവൻ കഴിക്കുന്ന ഭക്ഷണങ്ങൾക്ക് രുചി കൊടുക്കരുതെന്ന് പറയുമ്പോ രോഗിക്ക് ഒരു പനി പിടിച്ചാൽ ഭക്ഷണത്തിന് സ്വാദില്ലല്ലോ. മൂന്നാമത്തെ മലക്കിനോട് റബ്ബ് തആല പറയുന്നത്, മുഖത്തുള്ള കോമള വർണ്ണവും നീക്കുന്ന. മൂന്നാമനോടവൻ ആജ്ഞയും കൊടുക്കുന്നു. മൂന്നാമത്തെ മലക്കിനോട് റബ്ബ് തആല പറയുന്നത്, അവന്റെ മുഖത്തിന്റെ ഭംഗിയും കോമള വർണ്ണവും നീക്കിക്കോ. മുഖം ചുറ്റി ചുളിയുന്നു, പിന്നെ മുഖത്തിന്റെ വർണ്ണങ്ങളില്ല, അവന്റെ മുഖത്തിന്റെ ഭംഗിയില്ല, മുഖത്തിന്റെ പ്രസരിപ്പില്ല. ഇങ്ങനെ ഒരു മലക്കിനോട് ശരീരത്തിന്റെ ശക്തി പിടിക്കാൻ പറഞ്ഞു, രണ്ടാമത്തെ മലക്കിനോട് ഭക്ഷണത്തിന്റെ രുചി നീക്കാൻ പറഞ്ഞു, മൂന്നാമത്തെ മലക്കിനോട് മുഖത്തിന്റെ ഭംഗി വലിച്ചെടുക്കാൻ പറഞ്ഞു, നാലാമത്തെ മലക്കിനോട് റബ്ബ് തആല പറയുന്നത്, സുബ്ഹാനല്ലാഹ്, നീക്കേണ്ടതാനവനുള്ള ദോഷം മുഴുവനും യജ്ഞാന്റെ റബ്ബ് കൊടുക്കുമേ നാലാമനും. നീക്കേണ്ടതാണവനുള്ള ദോഷം മുഴുവനും എന്നാജ്ഞ റബ്ബ് കൊടുക്കുമേ നാലാമനും. നാലാമത്തെ മലക്കിനോട് പടച്ച തമ്പുരാൻ പറയുന്നത്, അവന്റെ ദോഷങ്ങൾ മുഴുവനും അങ്ങ് മായ്ച്ചു കളഞ്ഞു.
പറഞ്ഞോ. അങ്ങനെ ഇവൻ ചികിത്സിച്ച് സുഖമാവുകയാണെങ്കിലോ, രോഗം സുഖപ്പെട്ട് കഴിഞ്ഞാൽ ശിഫയായി രോഗം എന്നു കണ്ടാൽ 4, അല്ലാത്തതൊക്കെ മടക്കുമെന്നാഹാലേ. അള്ള 4 ആൾക്കാരോട് പറയും, നിങ്ങൾ ആ രോഗിയുടെ ശരീരത്തിന്റെ ശക്തി പിടിച്ചെടുത്തില്ലേ? തിരിച്ചുടക്കിനോട് പറയും, ഭക്ഷണത്തിന്റെ രുചി നീ പിടിച്ചെടുത്തത് കൊടുത്താ പിന്നെ ഏത് ഭക്ഷണം കഴിക്കാൻ രുചിയുണ്ട്? 3ാമത്തെ മലക്കിനോട് പറയുന്നത്, മുഖത്തിന്റെ ഭംഗി തിരിച്ചു കൊടുത്താ അതേ പഴയ പോലെ ആരോഗ്യവാനായി. 4ാമത്തെ മലക്കിനോട് റബ്ബ് പറയുന്നത്, നീ പിടിച്ചെടുത്ത ദോഷം തിരിച്ചു കൊടുക്കണ്ട. അങ്ങനെ കയൗമ വലദത്തുഹുമ്മഹു, ഒരു ഉമ്മ പ്രസവിച്ച പിഞ്ചു കുഞ്ഞിനെ പോലെ ആ പുഞ്ചിരിയുടെ ചെഞ്ചുണ്ടിൽ വഞ്ചനയുടെ ലാഞ്ചന പോലുമില്ലാത്ത പിഞ്ചു പൈതരിന്റെ നിഷ്കളങ്ക ഹൃദയം പോലെ ഈ രോഗക്കടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. പക്ഷേ ഗസാലിമാ പറയുന്നുണ്ട്, എല്ലാം ഈ പ്രതിഫലം ലഭിക്കണമെങ്കിലോ ക്ഷമയുടെയും സഹനത്തിന്റെയും സമർപ്പണത്തിന്റെയും ചിന്ത വേണം. പ്രിയമുള്ളവരെ, ഉബയ്യ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി തങ്ങൾ പനിയെ കുറിച്ച് പറയുകയാണ്. നമ്മൾ ഒരുപാട് പനി കേൾക്കാറുണ്ടല്ലോ, ഡെങ്കിപ്പനി, മലമ്പനി, മറ്റേ പനി, പല പനികളെ കുറിച്ച് കേൾക്കും. നബി തങ്ങൾ പനിയെ കുറിച്ച് ഒരിക്കൽ ഒരു സദസ്സിൽ പറഞ്ഞപ്പോ, പ്രിയമുള്ളവരെ, ഉബയ്യ് റളിയല്ലാഹു അൻഹു പറയും, തുബറാനിയിലുള്ള ഹദീസാണ്. ബഹുമാനപ്പെട്ട ഉബയ്യ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, മാ ജസാഉൽ ഹുമ്മാ, എന്താ പനി പിടിച്ചാൽ എന്താ പുണ്യം? പനി വന്നാ വല്ല കൂലിയുണ്ടോ? നബി തങ്ങൾ പറഞ്ഞു, തജ്രിൽ ഹസനാതു അലാ സായിബിയാ, എടോ പനി പിടിച്ചാൽ ഒരുപാട് നന്മകൾ അവനക്ക് ലഭിക്കുന്നതാണ്. പടച്ചോ നിരവധി പ്രതിഫലം കൊടുക്കും എന്ന് പറഞ്ഞപ്പോ ഉബയ്യ് റളിയല്ലാഹു അൻഹു കൈ നീട്ടുകയാണ്. പടച്ചോനെ, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുമ്മാ, എന്റെ മരണം വരെ എനിക്ക് പനി തരണമെന്ന് പറയുമ്പോ, മരണം വരെ ഉബയ്യ് എന്നവർ പനിച്ചിരുന്നു എന്ന് ഇഹ്യാ ഉലുമുദ്ദീൻ റളിയല്ലാഹു അൻഹു പറയുന്നു. വതായിഫത്തുൻ മിനൽ അൻസാർ, അൻസാരികൾപ്പെട്ട സ്വഹാബികളൊക്കെയും ദുആ ചെയ്ത്, പടച്ചോനെ, ഒരു പനി വന്നാൽ ഇത്രമാത്രം പ്രതിഫലം ദോഷം പൊറുക്കപ്പെടുമെങ്കിലോ ഞങ്ങൾക്ക് പനി വരണേ എന്ന് അൻസാരികൾപ്പെട്ട ഒരു കൂട്ടം ദുആ ചെയ്യുകയും അവർക്ക് മരണം വരെ പനി ഉണ്ടായിരുന്നു എന്നും അൻസാരി ഇമാം ഇഹ്യാഉൽ ഉദ്ധരിക്കുന്നു. മാത്രമല്ല, നബി തങ്ങൾക്ക് വഹി എഴുതി കൊടുക്കുന്ന സയ്യിദ് ഇബ്നു സാബിത്ത് എന്ന ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ ഒരേ സഹാബിയാണല്ലോ ഈ സയ്യിദ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹ്, ഒരു പനിക്ക് ഇത്രമാത്രം കൂലിയും പ്രതിഫലവും ഉണ്ടെങ്കിൽ എനിക്ക് മരണം വരെ നിസ്കാരം മുടങ്ങാത്ത പനി നൽകണേ അല്ലാഹ്. അങ്ങനെ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനും പനി നിത്യമുണ്ടായിരുന്നുവെന്ന് അസ്സാലിമാം ഉദ്ധരിക്കുന്നതായി കാണാം. ബഹുമാനപ്പെട്ടവരെ, ഫിർഔൻ 400 കൊല്ലം ജീവിച്ചു. നബി 400 സന 400 കൊല്ലം ഫിർഔൻ ജീവിച്ചപ്പോ ബഹുമാനപ്പെട്ട അസ്സാലിമാം ഉദ്ധരിക്കുന്നു, വലം യുസ്ദഅ റൗസുഹു, ഈ 400 കൊല്ലത്തിലും ഒരു തലവേദന പോലും വന്നില്ല. വലം യുമതി, ഒരു പനി പോലും ഫിർഔനിന് വന്നില്ല. ഒരു ജലദോഷം പോലും 400 കൊല്ലം ഫിർഔനിന് വരാതിരിക്കുമ്പോ അവൻ പറയാൻ തുടങ്ങി, അന റബ്ബുകുമുൽ അഅ്ലാ, ഞാനാ റബ്ബെന്ന് പറഞ്ഞുകൊണ്ട് റബൂബിയത്ത് വാദിക്കാൻ തുടങ്ങുന്നത് ശരീരത്തിന്റെ ആരോഗ്യം ലഭിച്ച അഹങ്കാരം കൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഗസാലി ഇമാം പറയുകയാണ്, മഹാന്മാരായ സ്വഹാബികള് 40 ദിവസം രോഗമില്ലാതെ കഴിഞ്ഞാൽ അവർക്ക് ഭയമായിരുന്നു, അവർക്ക് പേടിയായിരുന്നു. പടച്ചോനെ, റബ്ബിന്റെ കോപമിറങ്ങിയോ, അല്ലാഹുവിന്റെ അനുഗ്രഹം എന്നെ തൊട്ട് വിട്ടുപോയാ 40 ദിവസത്തിലെങ്കിലും ഒരു ബലാ വരണമെന്നവർ ആഗ്രഹിച്ചു. മാത്രമല്ല, ഒരു കൊല്ലം കഴിഞ്ഞാൽ ഒരു കഴിഞ്ഞ കൊല്ലത്തിൽ മുസീബത്തും ബലാവും വന്നിരുന്നു എന്ന് വക്കാന സ്വലഫു, മഹാന്മാരായ സലഫ് സാലിഹീങ്ങള് ഒരു കൊല്ലത്തെ കണക്ക് കൂട്ടുമായിരുന്നു. നമ്മളിപ്പോ 1436 കടന്നുവല്ലോ. അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹാന്മാരായ സ്വഹാബികള് അവരെ കുറിച്ചൊക്കെയാണ് ഗസാലി ഇമാം പറയുന്നത്. ഒരു കൊല്ലം കഴിഞ്ഞാൽ ആ ഒരു കൊല്ലത്തെ കുറിച്ചവർ അവലോകനം ചെയ്യും. എനിക്ക് പരീക്ഷണങ്ങളുണ്ടോ, ഇല്ലെങ്കിൽ അവർക്ക് സങ്കടമായിരുന്നു. ഇങ്ങനെ ഒരുപാട് ഹദീസുകളുണ്ട്. മാത്രമല്ല, പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയപ്പെട്ട സ്വഹാബിയാണല്ലോ. ഒരുപാട് പരീക്ഷണം സഹിച്ച അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു. അമ്മാർ ഇബ്നു യാസിർ പെണ്ണ് കെട്ടി. ആ പെണ്ണിനൊരു കൊണക്കടുമില്ല, ഒരു രോഗവുമില്ല, ഒരു അസുഖവുമില്ല. ഇത് കേൾക്കുമ്പോൾ നിങ്ങളാരും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഖസാലി ഇമാം പറയുന്നു, ഇതന്നെ റൂഹുൽ ബയാനിൽ ഇസ്മായിലൊക്കെ തങ്ങളും പറയുന്നുണ്ട്, എന്റെ ഭാര്യയ്ക്കൊരു പരീക്ഷണവും വരുന്നില്ല, അതിന്റെ പ്രതിഫലം എനിക്ക് ലഭിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്റെ ഭാര്യ അമ്മാർ ഇബ്നു യാസിർ തലാഖ് ചെല്ലുകയാണ്. കഴിഞ്ഞില്ല. അപ്പോ അള്ളാഹുവിന്റെ നബിതങ്ങൾ മറ്റൊരു സ്ത്രീയെ നബിതങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അള്ളാഹുവിന്റെ നബിതങ്ങള് അമ്മാർ ഇബ്നു യാസിറിന് അറദ അലൈഹി ഇംറാ, മറ്റൊരു പെണ്ണിനെ കല്യാണത്തിന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പോ ഇത് അഹമ്മദ് ഇമാം റിപ്പോർട്ട് ചെയ്തതാണ്. ബഹുമാനപ്പെട്ടവരെ, നബിതങ്ങളൊരു പെണ്ണിനെ കാണിച്ചു കൊടുക്കുമ്പോ അമ്മാർ ഇബ്നു യാസിർ അതിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഫഖീല, പിന്നെയാണ് പറയപ്പെട്ടത്, അന്നഹാമാ മരിളത്തു ഖത്തു, ഇതുവരെ ഒരു കൊൺകടും ഒരു രോഗം വരാത്ത പെണ്ണാണെന്ന വിവരം അമ്മാറിന്റെ ചെവിയിലെത്തുമ്പോ അമ്മാർ പറയുന്നു, എനിക്കില്ല ഹാജതലി ഫീഹാ, എങ്കിൽ എനിക്കത് വേണ്ട. പെണ്ണുങ്ങൾക്ക് ഭാര്യക്ക് അസുഖം വരുമ്പോ 1-2 കൊല്ലം ചികിത്സിക്കുമ്പോഴേക്ക് മടിച്ചു പോകുന്ന പായാരം പറയുന്ന ഭാര്യമാരെ വെറുക്കുന്ന ചെറുപ്പക്കാരാ. അമ്മാർ ഇബ്നു യാസിർ പറയുന്നു, എനിക്ക് ആ പെണ്ണിനെ വേണ്ട. ഒരുപാട് രോഗങ്ങളും പരീക്ഷണങ്ങളും കുടുംബങ്ങളിൽ വേണമെന്ന് അമ്മാർ ഇബ്നു യാസിർ ആഗ്രഹിച്ചിരുന്നുവെങ്കിലോ സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ നമുക്ക് നൽകുന്ന പാടെന്താ? അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഒരു സ്വഹാബി, ഭയങ്കര രസകരാണ്, ഒരു സ്വഹാബി ചോദിക്കാം, നബി എന്താ ഈ തലവേദന? എനിക്കറിയില്ലല്ലോ, എന്താ തലവേദന എനിക്കറിയില്ല. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഇലൈക അന്നി, നീ എഴുന്നേറ്റ് പോയി സദസ്സിൽ നിന്ന്. മൻ അറാദ അൻ യൻദുറ ഇലാ റജുലിൻ മിൻ അഹ്ലിൻ നാർ ഫൽയൻദുർ ഇലാ ഹാദാ, നരകാവകാശിക്കാണെങ്കിൽ ഇതിനെ നോക്കിക്കോ. ഇതിനൊക്കെ ഒരുപാട് അർത്ഥതലങ്ങളും വ്യാഖ്യാനങ്ങളും ഉണ്ട്, വിശദീകരണത്തിന് സമയമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് എന്ത് ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ പ്രിയപ്പെട്ടവരെ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. കഴിഞ്ഞില്ല, നമുക്കറിയാമല്ലോ ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാം 1000 പശുവിന്റെ തായ് വരെയുണ്ടായിരുന്നു, 1000 ആടുകളെ തായ് വരെയുണ്ടായിരുന്നു, 16 മക്കളായിരുന്നു, 10 ആണും 6 പെണ്ണും. ഇബ്ലീസ് പറഞ്ഞു, പടച്ചോനെ, അയ്യൂബിന് പണമുള്ളത് കൊണ്ടാണ്, ആരോഗ്യവും മക്കളും ഉള്ളത് കൊണ്ടാണ് ഇബാദത്ത് ചെയ്യുന്നത്, നീ അതൊക്കെ പിൻവലിച്ചാൽ അവന് പിന്നെ നിന്റെ പിന്നാലെ കൂടൂല എന്ന് പറയുമ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാം ഒക്കെ ഇബാദത്ത് ചെയ്യുന്നത് നീ കൊടുത്ത അനുഗ്രഹത്തിന് നന്ദിയായിട്ടാണെന്ന് ഇബ്ലീസ് ഡംബ് പറഞ്ഞപ്പോ അള്ളാഹ് പറഞ്ഞു, ഇബ്ലീസേ, എങ്കിൽ നീ അവന്റെ സമ്പത്ത് പിൻവലിക്കാൻ നോക്ക്. അങ്ങനെ ഇബ്ലീസ് ഇടപെട്ടുകൊണ്ട് സമ്പത്ത് കൊള്ളയടിക്കപ്പെടുന്നു, പച്ചപ്പാവമാകുന്നു. അപ്പൊ അള്ളാഹ് ചോദിച്ചു, ഇബ്ലീസ് ഇപ്പൊ എങ്ങനെയുണ്ട്? അയ്യൂബ് നബിയുടെ മുഴുവൻ സമ്പത്തും പോയപ്പോഴും എന്റെ ഇബാദത്താണല്ലോ. അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, പടച്ചോനെ, നീ മക്കളെ കൊടുത്ത ഡംബിനാണ്, ആ നന്ദിയാണ് അവനിക്ക്. അള്ളാഹ് പറഞ്ഞു, അതും നീ തന്നെ കൈകടത്തിക്കോ. അങ്ങനെ 16 മക്കളും അയ്യൂബ് നബി ജീവിച്ചിരിക്കെ മരണപ്പെട്ടു പോകുന്നു. അള്ളാഹ് ചോദിച്ചു, ഇബ്ലീസേ, നീ അല്ലേ പറഞ്ഞത് മക്കളുള്ള ഡംബ് കൊണ്ടാണ് അയ്യൂബ് എനിക്ക് ഇബാദത്ത് ചെയ്യുന്നത് എന്ന്, ഇപ്പൊ എങ്ങനെയുണ്ട്? അപ്പൊ ഇബ്ലീസ് ചോദിച്ചു, പടച്ചോനെ, അയ്യൂബിന് ആരോഗ്യം നല്ല തടിമാടനാണ്, അതിന്റെ നന്ദിയാണ്. അങ്ങനെ അള്ളാഹു ആ പരീക്ഷണവും കൊടുത്തു. അങ്ങനെ രോഗം വന്നു, ശരീരം മുഴുവനും പുഴുക്കൾ നിറഞ്ഞു. അന്നേരവും അങ്ങനെ ഖുർആൻ പറഞ്ഞു, ഇന്നാ വജദ്നാഹു സ്വാബിറാ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. ആ ക്ഷമയാണ് വേണ്ടത്. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ അള്ളാഹു പറയുന്നുണ്ട്, ഖുർആനിലെ ഫാത്തിഹ സൂറത്ത് മുതൽ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് വരെ 114 സൂറത്തുകളിൽ നിന്ന് ഇത് മുഴുവനും ഓതാൻ, ഖതം തീർക്കാൻ ഒരാൾക്ക് സമയം കിട്ടിയില്ലെങ്കിലും വൽ അസ്ർ സൂറത്ത് ഓതിയാൽ ലകഫതത് മദിയവനക്ക് ഖുർആൻ മുഴുവൻ ഖതം തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വൽ അസ്ർ ഒരൊറ്റ സൂറത്ത് മതി എന്ന് പറയുമ്പോ എന്താണ് ഈ സൂറത്തിലുള്ളത്? മാത്രമല്ല, സ്വഹാബികൾ യോഗം കൂടിയാൽ 4 സ്വഹാബികൾ
കൂടിയാൽ അവർ പിരിയാൻ നേരത്തെ ഈ സൂറത്ത് ഓതിയിട്ടാ പിരിയുക. പരസ്പരം ക്ഷമ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്ന ഈ ഒരു പാഠമാണ് ഈ സൂറത്തിലുള്ളത്. മുഅ്മിനീങ്ങളെ വിശേഷണമായിട്ട് വതവാസൗ ബിൽ ഹഖ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൽപ്പെട്ടു സബർ കൊണ്ടുള്ള വസിയ്യത്ത്. എന്നാലും പിന്നെയും തഖ്സീസാക്കി പടച്ചവനെടുത്ത് പറഞ്ഞത് അതിന്റെ മഹത്വമാണ്. ഇന്ന് ക്ഷമ കുറഞ്ഞുപോയി. ഞാൻ ജോലി ചെയ്യുന്ന എന്റെ മഹലിന് തൊട്ടപ്പുറത്ത് കീമാടെന്ന മഹലുണ്ട്. അവിടെ ഒരു വീട്ടിലെ ഉമ്മയും ഉപ്പയും മകനും മകളും 5 പേര് ഈ അടുത്ത് ക്രിസ്ത്യാനികളായി. ഞങ്ങൾ ചെന്ന് ചോദിച്ചപ്പോ എന്താ വിഷമമെന്നറിയണോ? ഒരുപാട് മാനസിക പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും വന്നപ്പോ ഏതോ ക്രിസ്ത്യാനിയുടെ ധ്യാന കേന്ദ്രത്തിൽ ചെന്ന് അച്ഛൻ ധ്യാനിച്ചു കൊടുക്കുമ്പോ അതുകൊണ്ട് സുഖപ്പെട്ടത് കൊണ്ട് അവരങ്ങ് ക്രിസ്ത്യാനികളാകുമ്പോ ഇന്ന് എവിടെ നോക്കിയാലും പല കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം തരാ, രോഗം മാറ്റിത്തരാ, മറ്റേത് തരാ, എല്ലാ പ്രശ്നം പരിഹരിച്ചു തരാമെന്ന് പറയുമ്പോ മുഅ്മിനെ, പ്രശ്നമില്ലാതിരിക്കുന്നവനല്ല മുഅ്മിന്, എല്ലാ പ്രശ്നമുണ്ടായിട്ട് അത് തരണം ചെയ്യുന്നവനാണ് മുഅ്മിന്. നമ്മുടെ മനസ്സ് വളരെ ബലഹീനമാണ്. എന്ത് ബുദ്ധിമുട്ട് വന്നാലും യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ കഥ അറിയാമല്ലോ. യഹ്യാ നബി അലൈഹിസ്സലാമിനെ കൊന്നു കളഞ്ഞ് അദ്ദേഹത്തിന്റെ തല വേർപ്പെടുത്തിയിട്ടോ വ്യഭിചാരത്തിനെതിരെ ശബ്ദിച്ചപ്പോ രാജാവിന്റെ മുമ്പിലേക്ക് തിന്നാൻ കൊണ്ടുപോയി കൊടുത്തില്ലയോ? രാജാവിന്റെ തീമേശയിലേക്ക് യഹ്യാ നബിയുടെ തല വെച്ച് കൊടുത്തില്ലേ? അർമിയാ അലൈഹിസ്സലാമിനെ കൊല്ലുമ്പോ 100 കണക്കിന് പെണ്ണുങ്ങളാണ് ഡാൻസ് കളിച്ചുകൊണ്ട് തെരുവോരങ്ങളിൽ നൃത്തമാടുന്നത്. മഹാനായ ഒരു നബിയല്ലേ കൊല്ലപ്പെടുമ്പോ പെണ്ണുങ്ങൾ കൈകൊട്ടി പാടുകയായിരുന്നു. സക്കരിയാ നബി അലൈഹിസ്സലാമിനെയോ ഈർച്ചവാള് കൊണ്ടുവന്നില്ലേ? മൂർധാവിൽ വെച്ച് 2 കഷ്ണമാക്കിയിട്ടല്ലേ കൊല്ലുന്നത്? ഇങ്ങനെ എത്രയെത്ര മഹാന്മാരുണ്ട്. സ്വഹാബികളിൽ നിന്നും താബീങ്ങളിൽ നിന്നും 10-40ഓളം ആളുകളെ കഥ ഞാൻ റെക്കോർഡാക്കി കൊണ്ടുവന്നിരുന്നു. പറയാൻ സമയമില്ല. ഞാൻ അവസാനമായി പറയുന്നത്, ഇന്ന് പൊതുവെ ഒരു ധാരണയുണ്ട്, എന്തെങ്കിലും ഒരു രോഗം വരുമ്പോ വിഷമം വരുമ്പോ ഇതൊക്കെ കൂടി പടച്ചോനന്റെ ദുആ ഉത്തരം ചെയ്യാത്തത് കൊണ്ടാണ്, എന്റെ പ്രാർത്ഥന കേൾക്കാത്തത് കൊണ്ടാണ്. ഇതൊന്നും നമ്മൾ കരുതരുത് മുഅ്മിനേ. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ നബിതങ്ങളിലൊക്കെ കരയുകയാണ്. നബിതങ്ങൾ കരയുമ്പോ നബിതങ്ങളോട് സ്വഹാബികൾ ചോദിച്ചു, മല്ലദീ യബ്കാക, എന്തിനാണ് നബിയെ കരയുന്നത്? നബിതങ്ങൾ പറഞ്ഞു, ദക്കർതു ആഖിറ ഉമ്മതി വമാ യൽഖൗന മിനൽ ബലാ, അവസാന കാലത്ത് എന്റെ മുഅ്മിനീങ്ങൾ ഒരുപാട് പരീക്ഷണം നേരിടേണ്ടി വരും, അത് കുറിച്ച് ചിന്തിച്ച് കരയുകയാണ്. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു, ഫസാബിർ മിൻഹും യജിയു വലൗ വജ്റു ഷഹീദൈൻ, 2 ഷഹീദിന്റെ കൂലി അന്ന് ക്ഷമിക്കുന്നവനക്ക് ഉണ്ടാകുമെന്ന് പറയുമ്പോ ഇന്ന് പ്രശ്നങ്ങളില്ലാത്ത വീടുകളില്ല, പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളില്ല, രോഗങ്ങളില്ലാത്ത മരുന്നും ഗുളികയുമില്ലാത്ത ഒരുപാടും തന്നെയില്ല പരീക്ഷണങ്ങളെങ്കിലോ ഇത്ര വലിയ നന്മ ലഭിക്കാനും ദോഷം പൊറുക്കാനും വേറെ മാർഗമില്ല. അതോടെ റബ്ബിനോട് ദുആ ചെയ്യുകയും ചെയ്യുക, അതോടെ അല്ലാഹുവിനോട് കരഞ്ഞ് ദുആ ചെയ്യുകയും ചെയ്യുക. എല്ലാം സുഖപ്പെടാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയത് ദുആയാണ്. ഏറ്റവും വലിയ, ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല, സമയമായി. ബഹുമാനപ്പെട്ട തഫ്സീർ റാസിയിൽ ബഹുമാനപ്പെട്ട ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അതിശക്തമായ വയറിന്റെ വേദന വന്നപ്പോൾ റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തപ്പോൾ അല്ലാഹു സുഖപ്പെടുത്തി. ഒരു മരുന്നും പറഞ്ഞു കൊടുത്തു, ഒരു ഇല തിന്ന്. ആ ഇല തിന്നാൻ പറഞ്ഞു, സുഖപ്പെട്ടു. 2ാമത് വേദന വന്നപ്പോൾ മൂസാ നബി ദുആ ചെയ്യാതെ നേരെ ഇല എടുത്ത് തിന്നു. അല്ലാഹു പറഞ്ഞു, സുഖപ്പെടൂല, നീ ആദ്യം മരുന്നിലേക്ക് പോകരുത്, നീ ലജഅത ഇലയ്യ, ആദ്യം നീ എന്നിലേക്ക് അഭയം കൊണ്ടു, അതാണ് വേണ്ടത്, നമുക്ക് വേണ്ടത് അതാണ്. എന്തൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വന്നാൽ അതാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. നമുക്ക് എല്ലാവർക്കും അറിയാം, അശ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അല്ലേ, മഹാനുഭാവൻ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഒരു കപ്പൽ മുങ്ങിയെന്നുള്ള വാർത്ത കേട്ടത്. അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാ. പിന്നെ പറഞ്ഞു, നിങ്ങളുടേതല്ല മുങ്ങിയത്, വേറൊരാളുടേതാണ്. അപ്പോഴും പറഞ്ഞു, അൽഹംദുലില്ലാ. സന്തോഷവും ദുഃഖവും അറിയുമ്പോ എല്ലാത്തിനും അൽഹംദുലില്ലാ. അജബൻ ലിഅംരിൽ മുഅ്മിനി. ഒരുപാട് നമുക്ക് പറയാനും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കിടക്കുകയാണ്. അല്ലാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ദാരിദ്ര്യമെന്ന പരീക്ഷണം, രോഗമെന്ന പരീക്ഷണം, ഈ 2 പരീക്ഷണങ്ങളെ കുറിച്ച് മാത്രം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ.
കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും മരിച്ചുപോയാൽ, ഒരു ഗർഭം അലസിപ്പോയാൽ, സന്താന ഭാഗ്യമില്ലാതെ വിഷമിച്ചാൽ, ഇതെല്ലാം നൂറുകണക്കിന് ഹദീസുകളിലൂടെ മഹാന്മാർ നമ്മെ തെര്യപ്പെടുത്തുകയാണ്. അള്ളാഹ് എല്ലാത്തിനും ക്ഷമിക്കാനും പൊറുക്കാനും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് മുഅ്മിനീങ്ങൾ ചെയ്യേണ്ടത്. അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കൾ, അള്ളാഹുവിന്റെ മഹാന്മാരായ സ്വാലിഹീങ്ങൾ റബ്ബിലേക്ക് അടുത്തത് ഈ ഒരു മനസ്സുകൊണ്ടാണ്. അള്ളാഹു നോക്കുന്നതും നമ്മുടെ മനസ്സിലേക്കാണ്. മറ്റുള്ളവരോട് സങ്കടം വിഷമങ്ങളും പറയുന്നതിന് മുമ്പ് റബ്ബിലേക്ക് സങ്കടം പറയാം. എല്ലാം അള്ളാഹുവിന്റെ വിധിയാണ്, എല്ലാം റബ്ബിന് വേണ്ടി സമർപ്പിക്കുക. അള്ളാഹു ആ ഒരു തഖ്വയും മാനസികാവസ്ഥയും നമുക്ക് നൽകുമാറാകട്ടെ. ഇത് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം എന്റെ വിഷയത്തിന് ഞാനിവിടെ വിരാമം ഇടുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സുദീർഘമായി ഇനി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സർവശക്തനായ അള്ളാഹു ഈ പറഞ്ഞതനുസരിച്ച് എനിക്കും കേട്ടതനുസരിച്ച് നിങ്ങൾക്കുമൊക്കെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്തതിനു ശേഷമല്ലാതെ, ദുആ ചെയ്ത് നമ്മൾ സ്വലാത്ത് ചൊല്ലിയിട്ടല്ലാതെ ആരും പോകരുത്. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം നമ്മുടെ നേർച്ചയ്ക്ക് ഇവിടെ വന്ന് ദുആ സമ്മേളനത്തിന് വന്ന് ഇവിടെ മരണപ്പെട്ടു പോയൊരു സഹോദരൻ VK പടി സ്വദേശി കുപ്പേരി അബ്ദുള്ള ഹാജി കഴിഞ്ഞ വർഷം ദുആ സമ്മേളന ദിവസം ഇവിടെ വെച്ച് മരണപ്പെട്ടു. സർവശക്തനായ അള്ളാഹു അദ്ദേഹത്തിന് പരിപൂർണ്ണ മഗ്ഫിറത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ഖബർ സ്വർഗത്തിന്റെ തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ പരലോകം അള്ളാഹു ധന്യമാക്കി കൊടുക്കുമാറാകട്ടെ. ദുആ ചെയ്യാൻ വേണ്ടി 500 രൂപ സംഭാവന നൽകി. ആ സംഭാവന അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അതുപോലെ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞു. മറ്റൊരു സഹോദരൻ ഗൾഫിൽ ഒരു സഹോദരിയുടെ ആസിഡ് ഒഴിച്ച് ശരീരം മുഴുവനും പൊള്ളി മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിലാണ്. അള്ളാഹു വളരെ പെട്ടെന്ന് ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. വളരെ പെട്ടെന്ന് അള്ളാഹു ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. മറ്റൊരു സഹോദരൻ കരുവന്തിരുത്തി സ്വദേശി പെട്ടെന്ന് തുമ്മിയപ്പോ ചോര തലച്ചോറിലേക്ക് കയറി ആശുപത്രിയിൽ അഡ്മിറ്റാണ്. ഹാർട്ട് മിടിപ്പ് മാത്രമേ ഉള്ളൂ, ബോധമില്ല, അതീവ ഗുരുതരാവസ്ഥയിലാണ്. അള്ളാഹു പരിപൂർണ്ണ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. ദുആ കൊണ്ട് ഏൽപ്പിച്ച മുഴുവൻ ആളുകളുടെയും ഉദ്ദേശങ്ങൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. വിശിഷ്യ നമ്മുടെ ഈ വിപുലമായ പരിപാടി, ഇതിന്റെ വിജയത്തിന് വേണ്ടി, ഇതിനുവേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്ന വിലപ്പെട്ട സമയങ്ങൾ, അവരെ ബിസിനസ്സും മറ്റു പരിപാടികളൊക്കെ എല്ലാ തിരക്കുണ്ടായിട്ടും അതൊക്കെ മാറ്റിവെച്ച് നമ്മുടെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി അംബറം മഖാമിനും ദാറുൽ ഹുദാക്കുമൊക്കെ വേണ്ടി ഓടി നടക്കുന്ന ഒരുപാട് ആളുകൾ, അവരുടെ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നില്ല, പലരും അസുഖമുള്ളവരാണ്. അള്ളാഹു അസുഖങ്ങൾ ക്ഷമിച്ചാലുള്ള പ്രതിഫലവും അതിന്റെ മഹത്വവും നൽകുമാറാവട്ടെ. അവരുടെ അസുഖങ്ങളൊക്കെ വളരെ പെട്ടെന്ന് അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഈ മമ്പുറം പ്രദേശവാസികൾ, നമ്മുടെ ഈ മഖാമിന് പരിസരത്തുള്ള ഒരുപാട് സഹോദരങ്ങൾ ആത്മാർത്ഥമായി ദാറുൽ ഹുദായോടൊപ്പം ചേർന്ന് നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഓടി നടക്കുകയും ഇതിന്റെ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നു. അള്ളാഹു അവരുടെ കുടുംബത്തിലും അവരുടെ ശരീരങ്ങളിലും ആഫിയത്തും സന്തോഷവും സ്വസ്ഥതയും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ വളർച്ചയിലും ഉയർച്ചയിലും ഓരോ സമയത്തും അവരുടെ വിയർപ്പ് തുള്ളികൾ ചോരയാക്കി കഠിനാധ്വാനം ചെയ്ത് മരണപ്പെട്ടു പോയി ഒരുപാട് ആളുകളുണ്ട്. സർവശക്തനായ അള്ളാഹു ഇതിന്റെയൊക്കെ സവാബ് അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അവർക്കൊക്കെ പരിപൂർണ്ണ മഗ്ഫിറത്ത് അള്ളാഹു നൽകുമാറാവട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അലവി ഹാജി, അഭിവന്ദനായ കുഞ്ഞാപ്പു ഹാജി, ഷാഫി ഹാജി, അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെയൊക്കെയും ഹലാലായ ഉദ്ദേശങ്ങൾ ഹാസിലാക്കുമാറാകട്ടെ. تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. دعاء من وصية